ഹലോ മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നോക്കിയേ, നമ്മൾ 9ാം ക്ലാസ് ബയോളജിയിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ആ പാഠത്തിന്റെ ഒരു ഫസ്റ്റ് പാർട്ട്, ഡൈജഷന്റെ ഭാഗം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ ലിങ്ക് നമ്മളിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്, അത് പോയി കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് അതിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഓക്കെ, സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ബ്ലഡ് വെസൽ, ഹാർട്ട്. ഓക്കെ, ഈ മൂന്ന് ആൾക്കാരെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, ആ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നേരത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് വെക്കണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കും അതേപോലെ തന്നെ നോട്ട് ബുക്കും. ഓക്കെ, എന്നിട്ട് ടീച്ചർ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ടൈമിൽ എഴുതിയെടുക്കുക, പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പോയാലോ. ഓക്കെ, ഫസ്റ്റ് തന്നെ ചോദിച്ചേക്കുന്നത് എന്താണ്, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ബ്ലഡ്. ബ്ലഡിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടില്ലേ, എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നോക്കുക, ഈ ഫിഗർ അങ്ങോട്ട് വരച്ചു വെച്ചാൽ മതി. ഇതിനകത്ത് കാണുന്ന സാധനങ്ങളാണ് നമ്മുടെ കമ്പോണൻസ് ഓഫ് ബ്ലഡിൽ വരുന്നത്. ഓക്കെ, ടീച്ചർ 100% അല്ലെങ്കിൽ 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതായത് 55% വരുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, പ്ലാസ്മ എന്ന് പറഞ്ഞത് അല്ലേ. ഓക്കെ, നമ്മുടെ ബ്ലഡ് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കാനായിട്ട് കാരണമായിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറഞ്ഞത്, പ്ലാസ്മ എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ പ്ലാസ്മയോടൊപ്പം ബ്ലഡ് സെൽസ് കൂടി ചേരുമ്പോഴാണ് നമുക്ക് ബ്ലഡ് എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ബ്ലഡിനകത്ത് വരുന്ന രണ്ടാൾക്കാരാണ് ആര് മക്കളെ, ഒന്ന് പറഞ്ഞേടാ. ബ്ലഡിനകത്ത് വരുന്ന രണ്ടാൾക്കാരാണ് ആരെന്ന് പറഞ്ഞത്, ഒന്ന് പ്ലാസ്മ. പ്ലാസ്മ എന്ന് വെച്ചാൽ എന്താ, ബ്ലഡിന് ഉള്ളിൽ കാണുന്ന ആ ഒരു ഫ്ലൂയിഡ് ആയിട്ട് പോകുന്ന ഭാഗത്തിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, പ്ലാസ്മ എന്ന് പറയും. ഓക്കെ, ഈ പ്ലാസ്മയോടൊപ്പം രണ്ടാമത് കൂടിച്ചേർന്ന ആളാണ് ആരെന്ന് പറഞ്ഞത്, ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ബ്ലഡ് സെൽസും ഈ പ്ലാസ്മയും കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ബ്ലഡ് കിട്ടുക. ഓക്കെ, എത്ര ശതമാനമാണ് പ്ലാസ്മ കാണപ്പെടുന്നത്, 55% പ്ലാസ്മയും ബാക്കി വരുന്ന 45% എന്ത് വരുന്നത്, ബ്ലഡ് സെൽസും വരുന്നത്. ഇനി പ്ലാസ്മ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3 ആൾക്കാർ വേണം. എത്ര ആൾക്കാർ വേണോടാ, 3 ആൾക്കാർ വേണം. ഒന്നാമത്തെ ആളാണ് ആര്, വാട്ടർ. രണ്ടാമത്തെ ആളാണ് ആര്, പ്രോട്ടീൻസ്. മൂന്നാമത്തെ ആളാണ് ആര്, അതർ കമ്പോണൻസ്. ജസ്റ്റ് ആ പേരുകൾ നോക്കി വെക്കുക, വാട്ടർ, പ്രോട്ടീൻ, അതർ കമ്പോണൻസ്. അത് പ്രോട്ടീൻസ് മാത്രം 3 ടൈപ്പ് ഉണ്ട്, ആ 3 ടൈപ്പും പഠിക്കണം. ഓക്കെ, ഏതൊക്കെയാണ് മക്കളെ 3 ടൈപ്പ് പ്രോട്ടീൻസ്. ഒന്നാമത്തെ ആളുടെ പേരാണ് ആൽബുമിൻ, രണ്ടാമത്തെ ആളുടെ പേരാണ് ഗ്ലോബുലിൻ, മൂന്നാമത്തെ ആളുടെ പേരാണ് എന്ത്, ഫൈബ്രിനോജൻ. ഓക്കെ, ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ഈ 3 പ്രോട്ടീൻസ് ആണ് നമ്മുടെ പ്ലാസ്മയിൽ വരുന്നത്. ഓക്കെ, രണ്ടാമത് ബ്ലഡ് സെൽസ്. നമ്മുടെ ബോഡിയിൽ 3 ടൈപ്പ് ബ്ലഡ് സെൽസ് ആണ് മക്കളെ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്, റെഡ് ബ്ലഡ് സെൽസ്, അതായത് RBC, നമ്മുടെ ശരീരത്തിൽ കാണുന്ന സാധാരണ ചുവന്ന രക്താണുക്കൾ. ഓക്കെ, രണ്ടാമത്താണ് എന്ത്, WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ്. മൂന്നാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്, പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. എന്താ RBC എന്തിനാ സഹായിക്കുക, നമ്മുടെ ശരീരത്തിലെ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും എല്ലാ ഭാഗത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യിക്കാനാണ് നമ്മുടെ RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് സഹായിക്കുക. WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്തിനാ സഹായിക്കുക, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധം, ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പറഞ്ഞത് WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ ആളാണെന്ന് പറഞ്ഞത് പ്ലേറ്റ്ലെറ്റ്സ്. ഇയാൾ എന്താ ചെയ്യാന്നറിയോ, നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യിക്കാൻ സഹായിക്കും. അതായത് ഇപ്പൊ കൈ ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രക്തം വന്ന് കട്ട പിടിക്കും അല്ലെ, ആ മുറിവുണെങ്കിൽ ഉണങ്ങണമെങ്കിൽ അവിടെ രക്തം കട്ട പിടിക്കണം. അങ്ങനെ കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞത് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 3 ആൾക്കാർ കൂടി ചേർന്നാണ് നമ്മുടെ ബ്ലഡ് സെൽസ് ഉണ്ടായിട്ടുള്ളത്. ഈ ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സ് അല്ല പ്ലാസ്മയും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ബ്ലഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്രയും ആൾക്കാരാണ് കമ്പോണൻസ് ഓഫ് ബ്ലഡിൽ വരുന്നത്. ഇതേ സാധനം തന്നെ എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്, ഓക്കെ, ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്. നമ്മുടെ ബോഡിയിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് ആരെന്ന് പറഞ്ഞത്, ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത് അല്ലേ. ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരാളാണ് ആരെന്ന് പറഞ്ഞത്, ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. അതായത് വേറെ ആരില്ല, പ്ലാസ്മയാണ് നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ടാക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നേക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഹൗ ഇറ്റ് ഫോംസ് ദ ടിഷ്യൂ ഫ്ലൂയിഡ്. എങ്ങനെയാണ് ഈ പ്ലാസ്മ ടിഷ്യൂ ഫ്ലൂയിഡിനെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കാം. ഓക്കെ, അത് കാണിച്ചു തരാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലത്തെ ഒരു ഡയഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡയഗ്രാം നോക്കാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചേ മക്കളെ, ഇത് നമ്മുടെ ആർട്ടറി, അതായത് നമ്മുടെ ഒരു രക്തക്കുഴലാണ് ആർട്ടറി. ഇത് നമ്മുടെ വെയിൻസ്.
നമ്മുടെ വേറൊരു രക്തക്കുഴലിനെ പറഞ്ഞ പേരാണിത് വെയിൻസ്. ഈ ആർട്ടറിയും വെയിൻസും തമ്മിൽ കൂടിച്ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നെറ്റ്വർക്കിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? കാപ്പിലറി എന്ന് പറയും. എന്താ പറയേണ്ടത് മക്കളെ? കാപ്പിലറി എന്ന് പറയൂ കേട്ടോ. ആർട്ടറീസും വെയിൻസും കൂടി ചേരുന്നുണ്ടാവുന്ന നെറ്റ്വർക്കിനെ നമ്മൾ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? കാപ്പിലറി. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ, എങ്ങനെയാണ് ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ടാകുന്നതാണ് ടീച്ചർ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ആർട്ടറി കൂടെ അതേപോലെ തന്നെ വെയിൻസിൽ കൂടെ ബ്ലഡ് ഒഴുകുന്ന സമയത്ത്, ആർട്ടറി കൂടെ ബ്ലഡ് ഒഴുകുന്ന സമയത്ത് ഇത് എങ്ങോട്ട് കയറും? നമ്മുടെ കാപ്പിലറിയിലോട്ട് കയറും. ഓക്കെ, നമ്മുടെ കാപ്പിലറീസിലോട്ട് കയറും. ആർട്ടറി കൂടെ ബ്ലഡ് ഒഴുകണ സമയത്ത് എന്താണ്? നമ്മുടെ കാപ്പിലറിയിലോട്ട് ഈ ബ്ലഡ് കയറും. ഈ ബ്ലഡ് കയറി പോണ സമയത്ത് ഇതിൽ നിന്നുള്ള പ്ലാസ്മയില്ലേ, ആ ഫ്ലൂയിഡ് ഭാഗം എന്താ ചെയ്യുക? നമ്മുടെ ഇന്റർ സെല്ലുലാർ സ്പേസിലോട്ട് ഇറങ്ങിപ്പോവും. ഓക്കെ, എങ്ങോട്ട് ഇറങ്ങി പോകണം മക്കളെ? ഇന്റർ സെല്ലുലാർ സ്പേസ്, അതായത് സെല്ലുകളുടെ ഇടയിൽ കാണുന്ന സ്പേസിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഇന്റർ സെല്ലുലാർ സ്പേസ്. ഈ ഇന്റർ സെല്ലുലാർ സ്പേസിലോട്ട് നമ്മുടെ പ്ലാസ്മ ഇറങ്ങിപ്പോവും. എങ്ങനെ ഇറങ്ങിപ്പോവാ? അതിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിലറിയുടെ വാളിൽ എന്തുണ്ടാവും? ചെറിയ ചെറിയ പോഴ്സ് ഉണ്ടാവും. പോഴ്സ് എന്ന് വെച്ചാൽ മക്കളെ ചെറിയ ചെറിയ സുഷിരം, ഊട്ടകൾ ഉണ്ടാവും. ഈ ഊട്ട വഴിയാണ് നമ്മുടെ പ്ലാസ്മ എന്ത് ചെയ്യുന്നത്? ഇന്റർ സെല്ലുലാർ സ്പേസിലോട്ട് ഇറങ്ങി പോവുക. ഓക്കെ, അങ്ങനെ ഇന്റർ സെല്ലുലാർ സ്പേസിലോട്ട് ഈ പ്ലാസ്മ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ അവരെ നമ്മൾ പറഞ്ഞ പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേ, അല്ല സെന്റൻസ് ഒന്ന് വായിച്ചേ. വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ കാപ്പിലറീസ്, കാപ്പിലറീസിലൂടെ ബ്ലഡ് ഒഴുകണ സമയത്ത് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്, അതിനകത്ത് ഫ്ലൂയിഡ് പാർട്ട് ഏതാണ്? ആ ഫ്ലൂയിഡ് പാർട്ട് പ്ലാസ്മ ഓസസ് ഇൻ ടു ദ ഇന്റർ സെല്ലുലാർ സ്പേസ്. ഇന്റർ സെല്ലുലാർ സ്പേസിലോട്ട് ഇങ്ങനെ ഊർന്നിറങ്ങി പോവും. അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇറങ്ങിപ്പോവാ? ത്രൂ ദ മൈന്യൂട്ട് പോഴ്സ് ഓഫ് ദ കാപ്പിലറി വാൾ. കാപ്പിലറി വാളിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള പോറുകളിൽ കൂടിയാണ്, അതായത് ആ സുഷിരങ്ങളിൽ കൂടിയാണ് ഇതിങ്ങനെ ഇറങ്ങി പോവുക. അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിരിക്കുമ്പോൾ അത് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയും. എന്താ പറയേണ്ടത്? ടിഷ്യൂ ഫ്ലൂയിഡ്. കേട്ടല്ലോ? ഓക്കെ, അപ്പൊ എങ്ങനെ ഇത് ഉണ്ടാവണം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. കാപ്പിലറി കൂടെ ബ്ലഡ് ഒഴുകണ സമയത്ത് ഇത് നമ്മുടെ ഇന്റർസെല്ലുലാർ സ്പേസിലോട്ട് ഇറങ്ങും ആ പ്ലാസ്മ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ പറഞ്ഞ പേരാണ് എന്ത്? ടിഷ്യൂ ഫ്ലൂയിഡ്. കിട്ടിയില്ലേ? ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്? ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താ മക്കളെ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ? എന്തിനു വേണ്ട ടിഷ്യൂ ഫ്ലൂയിഡ്? ശ്രദ്ധിച്ച് കണ്ടോ കേട്ടോ. ഇത് നോക്കിയേ, ഇത് നമ്മുടെ ശരീരത്തിലുള്ള 2 സെല്ല്. ഓക്കെ, ഇത് നമ്മുടെ ബ്ലഡ് വെസൽസ്. ഓക്കെ, ഇത് ബ്ലഡ്, ഇത് സെല്ലും, ഇതും സെല്ല്. ഇതിനിടയിൽ കാണുന്ന സ്പേസ് ആണ് എന്ത്? ഇന്റർ സെല്ലുലാർ സ്പേസ്. അവിടെ നമുക്ക് എന്തുണ്ട്? ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, അവിടെ നമുക്ക് എന്തുണ്ട് മക്കളെ? ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ട്. ഇതിൽ കൂടെ ശ്രദ്ധിച്ചു കണ്ടോ മക്കളെ, ഇതിൽ കൂടെ ബ്ലഡ് ഒഴുകണ സമയത്ത് ബ്ലഡിനകത്താണ് നമ്മുടെ കമ്പോണൻസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും എല്ലാവരും ഉണ്ടാവുക അല്ലേ? ഇതിന് എന്ത് ചെയ്യും? ഓക്സിജൻ എന്താ ചെയ്യുക? നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡിലോട്ട് ഇറങ്ങി ചെല്ലും, അതായത് ഇന്റർ സെല്ലുലാർ സ്പേസിലോട്ട് ഇറങ്ങി ചെല്ലും. ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എന്നിട്ട് ഈ ഓക്സിജനെ എങ്ങോട്ട് എത്തിക്കുക? നമ്മുടെ സെല്ലുകളിലോട്ട് എത്തിക്കാം. ഓക്കെ, ടിഷ്യൂ ഫ്ലൂയിഡ് എന്ത് ചെയ്യാം മക്കളെ? നമ്മുടെ ശരീരത്തിലുള്ള പല കമ്പോണൻസിനെയും ബ്ലഡിൽ നിന്ന് സെല്ലുകളിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അയാളുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത്രയും പറഞ്ഞാൽ മതി. ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ്. ഓക്കെ, നമ്മുടെ ബ്ലഡിൽ നിന്നും സബ്സ്റ്റൻസസിനെ സെല്ലിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ഫ്ലൂയിഡ് ആണ് ആരെന്ന് പറയുന്നത്? ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ടീച്ചർ ഓക്സിജനെ പറഞ്ഞത്. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും സെല്ലുകളിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്നത് ആര് തന്നെയാണ്? ടിഷ്യൂ ഫ്ലൂയിഡ് ആണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ടിഷ്യൂ ഫ്ലൂയിഡ്? എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? ഇതിന്റെ ഫംഗ്ഷൻ. 3 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ടിഷ്യൂ ഫ്ലൂയിഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു ഫ്ലൂയിഡാണ് മക്കളെ, ശ്രദ്ധിച്ച് കേട്ടോടെ. ലിംഫ് എന്ന് പറയും. എന്താ പറയേണ്ടത്? ലിംഫ്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് മാത്രമല്ല, അല്ലാതെ ഒരു ഫ്ലൂയിഡും കൂടി ഒഴുകുന്നുണ്ട്. ആ ഫ്ലൂയിഡിനെ നമ്മൾ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? ലിംഫ് എന്ന് പറയും. എങ്ങനെയാണ് ഈ ലിംഫ് ഉണ്ടാവാന്നറിയോ? ഇത്രേ ഉള്ളൂ. നേരത്തെ ടീച്ചർ പറഞ്ഞു ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ. ഈ ടിഷ്യൂ ഫ്ലൂയിഡിന്ന് ശ്രദ്ധിച്ച് കേട്ടോട്ടെ, ഇവിടെ നമുക്ക് നിറച്ച് ടിഷ്യൂ ഫ്ലൂയിഡുകൾ ഉണ്ട്. ഓക്കെ, ഇവിടെ നിറച്ച് ടിഷ്യൂ ഫ്ലൂയിഡുകൾ ഉണ്ട്. ഈ ടിഷ്യൂ ഫ്ലൂയിഡിന്ന് ഒരു ഭാഗം, ചെറിയൊരു ഭാഗം മാത്രം നോക്കിയേ, ഈ പച്ച കളറായിട്ടുള്ള ട്യൂബുകൾ കണ്ടോ? ഈ പച്ച കളർ ട്യൂബിലോട്ട് കയറും. ഓക്കെ, ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ചെറിയൊരു പോർഷൻ എന്താ ചെയ്യാ മക്കളെ? ഈ ഒരു പച്ച കളർ ട്യൂബിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോ. ഈ പച്ച കളർ ട്യൂബിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ലിംഫ് കാപ്പിലറി എന്ന് പറയും. എന്താ പറയുന്നത്? ലിംഫ് കാപ്പിലറി. ഓക്കെ, ഈ പച്ച ട്യൂബിലോട്ട് നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ടിഷ്യൂ ഫ്ലൂയിഡ് ആയിരിക്കില്ല.
പിന്നെ ആ ടിഷ്യൂ ഫ്ലൂയിഡിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പിന്നെ ആ ഫ്ലൂയിഡിനെ നമ്മൾ പറയുന്ന പേരാണ് ലിംഫ് എന്ന് പറയും. ഓക്കെ, പച്ച ട്യൂബിലോട്ട് ടിഷ്യൂ ഫ്ലൂയിഡ് കയറി കഴിഞ്ഞാൽ പിന്നെ അയാൾ ടിഷ്യൂ ഫ്ലൂയിഡ് അല്ല. ആ ഫ്ലൂയിഡിനെ പിന്നെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ലിംഫ് എന്ന് പറയും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ലിംഫ് വെസൽ വഴി ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് ഒഴുകും. കണ്ടോ? ഓക്കെ, അപ്പൊ ഈ ലിംഫുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ സിസ്റ്റത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയും. എന്താ പറയേണ്ടത്? ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റം എന്തിനാ സഹായിക്കാന്ന് അറിയോ? നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധത്തിന് വേണ്ടി സഹായിക്കുന്ന സിസ്റ്റമാണ് ആര് മക്കളെ? ലിംഫാറ്റിക് സിസ്റ്റം. ഇതിനകത്ത് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ പേര് മാത്രം എൻ്റെ മക്കളൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഏതൊക്കെയാണ് മക്കളെ ആൾക്കാര്? ഒന്നാമത്തെ ആളാണ് സ്പ്ലീൻ. ഓക്കെ, ഈ ചെറിയ ആളാണ് ആര്? സ്പ്ലീൻ എന്ന് പറഞ്ഞത്. സ്പ്ലീൻ നമ്മൾ വേറൊരു പേരിലും കൂടി അറിയപ്പെടും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് പറയും. എന്താ ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് വെച്ചാല്? നമ്മുടെ ശരീരത്തിൽ മരിച്ചു പോകുന്ന RBCs ഇല്ലേ, ചുവന്ന രക്താണുക്കള്, ഇവരെ കൊണ്ടിരുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞത് സ്പ്ലീൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് ലിവർ. ഓക്കെ, മൂന്നാമത്തെ ഒരാളാണ് തൈമസ്. തൈമസിനെ കുറിച്ച് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതേപോലെ ഇവിടെ ചെറിയ ചെറിയ ഡോട്ട് പോലെ കാണുന്നത് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ലിംഫ് നോഡ് എന്ന് പറയും. എന്താ പറയണ്ടേ മക്കളെ? ലിംഫ് നോഡ്. ഓക്കെ, പിന്നെ ലിംഫ് വെസൽ. ആ വെസലുകളെ പറഞ്ഞ പേരാണ് എന്ത്? ലിംഫ് വെസൽ. ഓക്കെ, ലാസ്റ്റ് വരുന്ന ആളാണ് ആര്? നമ്മുടെ ബോൺ മാരോ, അസ്ഥി മജ്ജ എന്നൊക്കെ പറയൂ കേട്ടോ, ബോൺ മാരോ. ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്നത്. ഇത്രയും ആൾക്കാർ നമ്മുടെ പ്രതിരോധം, ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി സഹായിക്കുന്ന ആൾക്കാർ. ഇതിനകത്ത് കൂടെ ഒഴുകുന്ന ഫ്ലൂയിഡാണ് എന്ത്? ലിംഫ് എന്ന് പറയും. ഈ ലിംഫ് എങ്ങനെ ഉണ്ടാവുക? നമ്മുടെ ഇന്റർസെല്ലുലാർ സ്പേസിലുള്ള ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് ഒരു ഭാഗം മാത്രം എന്ത് ചെയ്യും? മാറിപ്പോകും. ആ പോകുന്ന ഭാഗത്തിന് നമ്മൾ പറഞ്ഞ പേരാണ് ലിംഫ് എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അതിന്റെ ജസ്റ്റ് ആ പോയിന്റ്സ് ടീച്ചറോട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 1 part of the tissue fluid enters the capillaries. എന്ത് കാപ്പിലറി? ലിംഫ് കാപ്പിലറി. ദിസ് ഈസ് കോൾഡ് ലിംഫ്. ഇത് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ലിംഫ് എന്ന് പറയും. ഇയാൾ എന്തിനെ സഹായിക്കാന്നറിയോ? ഇമ്മ്യൂണിറ്റിക്ക് എന്നെ സഹായിക്കാം. പക്ഷെ ഇയാൾ വേറൊരു കാര്യം കൂടി ചെയ്യും. എന്താ ചെയ്യാ? നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിലെ മക്കളെ, കൊഴുപ്പ്, ഈ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് എന്ത് തരും? ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസിനൊക്കെ ഉണ്ടാക്കി തരും. ഇതിൽ എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ പല ഭാഗത്തോട്ട് ഒഴുക്കി വരും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ആൾക്കാരാണ് ലിംഫ് ഉണ്ട്, ലിംഫ് വെസൽ ഉണ്ട്, ലിംഫ് നോഡ്, സ്പ്ലീൻ, ബോൺ മാരോ, തൈമസ് ഗ്ലാൻഡ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവരൊക്കെ? ഇനി ഇയാൾ എന്തിനാ സഹായിക്കുക? നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സഹായിക്കും. കിട്ടിയില്ല ഇത്ര ആൾക്കാരാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? കംപ്ലീറ്റ് ദ ടേബിൾ എന്നാ പറഞ്ഞേക്കണേ അല്ലേ? എന്താണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇതിനകത്ത്? നമുക്ക് ഓൾറെഡി ABC എന്ന് പറഞ്ഞ 3 ബോക്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവർ തന്നേക്കണേ. ഒന്ന് ആർട്ടറി, മൂന്നാമത്തെ കാപ്പിലറി. അപ്പൊ തന്നെ മനസ്സിലായി നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് വെസലുകളാണ് കൊടുത്തേക്കണേ അല്ലേ? ആർട്ടറിയും കാപ്പിലറി ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ആളാരായിരിക്കുള്ളൂ? ആരായിരിക്കുള്ളൂ? നമുക്കറിയാല്ലേ, വെയിൻസ് ആണ് അല്ലേ? പിന്നെ ടീച്ചർ ഒരു കാര്യം പറഞ്ഞ മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ തന്നെ ABC എന്ന് പറഞ്ഞിട്ട് കൊടുക്കല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി ഇതിനകത്ത് ABC ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ ബോക്സ് വരയ്ക്കുക, ഇതേപോലെ തന്നെ വരിട്ടിട്ട് അതിന്റെ മുകളിൽ ആൻസർ എഴുതുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾ സ്വന്തമായിട്ട് ABC എന്ന് കൊടുക്കരുത്. ഓക്കെ, അങ്ങനെ ഓരോരുത്തർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഓരോന്നിനും ആ പേര്, ഓരോന്നിനും നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ബോക്സ് വരയ്ക്കുക, അത് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ചോദിച്ചേക്കുന്ന വെയിൻ ആണെന്ന് കിട്ടിയല്ലേ? രണ്ടാമത്തെ ബ്ലഡ് കാപ്പിലറി ആയിട്ട് വരുന്ന, അല്ലെ ബ്ലഡ് കാപ്പിലറി, ബ്ലഡ് വെസൽ ആയിട്ട് വരുന്നതാണ് ആര്? വെയിൻ എന്ന് പറയും. മൂന്നാമത്തെ ആള് കാപ്പിലറി, ഒന്നാമത്തെ ആള് ആർട്ടറി. ഓക്കെ, അത് കിട്ടി. ഇനി രണ്ടാമത്തെ നോക്കിയ മക്കളെ, ഒരെണ്ണം തന്നിട്ടുണ്ട്, ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ. അതായത് വെയിൻസിലൂടെ ബ്ലഡ് ഒഴുകണം എങ്ങനെയാണ്? ലോ സ്പീഡിലും ലോ പ്രഷറിലുമാണ്. അധികം സ്പീഡിൽ എന്തൊഴുകൂല? ബ്ലഡ് ഒരിക്കലും ഒഴുകൂല. ഓക്കെ, അപ്പോ ആർട്ടറിയിൽ എങ്ങനെയായിരിക്കും ബ്ലഡ് ഒഴുകുക? ഒന്ന് പറഞ്ഞേ. ഇവിടെ ലോ സ്പീഡും ലോ പ്രഷർ ആണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ ഹൈ സ്പീഡ് മാത്രമാണോ? അല്ല, ഹൈ പ്രഷറും ഉണ്ടാവും അല്ലേ? ഹൈ സ്പീഡ് ആൻഡ് ഹൈ പ്രഷറിലാണ് എന്തൊഴുകുക മക്കളെ? ബ്ലഡ് ഒഴുകുക. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ആർട്ടറിയിൽ മാത്രം ഹൈ സ്പീഡിലും ഹൈ പ്രഷറിലും ബ്ലഡ് ഒഴുകുക? എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം അല്ലേ, ആർട്ടറിയുടെ വാള് അല്ലെങ്കിൽ ആർട്ടറിയുടെ ആ ഒരു ഭിത്തി എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ടുള്ള ഭിത്തിയാണ് അല്ലേ? ഓക്കെ, അതേപോലെ തന്നെ അയാൾക്ക് വലിയാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പൊ ആർട്ടറിയുടെ വാൾ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? തിക്കുമാണ്, അതേപോലെ തന്നെ ഇലാസ്റ്റിക് ആണ്. ഓക്കെ, ഇത് ഉള്ളത് കൊണ്ടാണ്, ഇലാസ്റ്റിസിറ്റിയും തിക്കും ആയിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ കൂടെ എന്തൊഴുകുന്നത്? ഹൈ സ്പീഡിലും ഹൈ പ്രഷറിലും ബ്ലഡ് ഒഴുകണേ. അതേസമയം വെയിൻസിനും കാപ്പിലറീസിനും അത്ര തിക്നെസ് ഇല്ല.
ഓക്കെ, അതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തും എങ്ങനെയാ ബ്ലഡ് ഒഴുകുക? ലോ സ്പീഡിലും അതേപോലെ തന്നെ ലോ പ്രഷറിലും ആണ് കേട്ടോ. ഓർത്ത് വെക്കണേ. മനസ്സിലായില്ല ഇത്രയും? ഓക്കെ, ഇനി മൂന്നാമത്തിൽ എന്താ പറഞ്ഞേക്കുന്നേ? ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട്. ആർട്ടർ എന്താ ചെയ്യാ? ഹാർട്ടിൽ നിന്നും ബ്ലഡിനെ കൊണ്ടുവരാണ് ചെയ്യുക അല്ലേ? അങ്ങനെ ഈ വെയിൻ എന്താ ചെയ്യാ? ക്യാരി ബ്ലഡ് ടു ഹാർട്ട്. ഹാർട്ടിലോട്ട് ബ്ലഡിനെ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇത് രണ്ടും കാണുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പിക്കും കാപ്പിലറിയിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനാണ്. കാപ്പിലറിക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അവിടെ അത് വരില്ല. അവിടെ അപ്പോൾ വേറൊരു പോയിന്റാ വരിക. എന്തായിരിക്കും വരിക? അടിയിൽ മൈന്യൂട്ട് പോൾസ് ആർ സീൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ കൂടെ വരുന്നൊരു പോയിന്റ് ആണ് എന്ത്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽ. ഓക്കെ, ചില ബുദ്ധിമാന്മാരെന്താ ചെയ്യാന്നറിയോ? ഓക്കെ, ഈ രണ്ട് പോയിന്റ് കാണുമ്പോൾ തന്നെ അതേപോലെ തന്നെ മൂന്നാമത്തേൽ എഴുതി വെക്കും. അങ്ങനെ ഒരു പോയിന്റ് കാപ്പിലറിക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പോയിന്റ് ആണ് തന്നേക്കണേ ടെക്സ്റ്റ് ബുക്കിൽ, അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. അതാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കണ ആകെയുള്ള പോയിന്റ് എങ്കിൽ അത് മാത്രം എഴുതാം. വേറെ നമ്മൾ കൂടുതലായിട്ട് എക്സ്ട്രാ ഉണ്ടാക്കിയൊന്നും എഴുതണ്ട കേട്ടോ. ഓക്കെ, അത്ര എഴുതാം. ഇനി ഇവിടെ ലാസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നേ? തിക്കാണ്, ഇലാസ്റ്റിക് ആണ്, മൈന്യൂട്ട് പോൾസ് കാണാൻ അവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്താ സ്പെഷ്യൽ ആയിട്ട് കാണുന്നത്? നമുക്ക് ഇവിടെ കാണുന്ന ഒരു സാധനമാണ് എന്ത്? വാൽവുകൾ കാണാം അല്ലേ? വാൽവ്സ് ആർ പ്രസന്റ് അല്ലെങ്കിൽ വാൽവ്സ് ആർ സീൻ എന്നും എഴുതാം. ഓക്കെ, ഇതാണ് വെയിൻ എന്നുണ്ടെങ്കിൽ ആ വെയിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നമുക്ക് എന്ത് കാണാം? മൂന്നല്ല വാൽവുകൾ കാണാനായിട്ട് പറ്റും. അറകൾ പോലെ കാണാനായിട്ട് പറ്റും. കാരണം മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എന്തിൽ വരുന്നത്? നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെയല്ല, ഇതിൽ കൂടുതൽ രീതിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതെന്ത് ചെയ്യാ? നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? മൂന്നെണ്ണത്തിന്റെയും ഫീച്ചേഴ്സ് കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, ദ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. നമ്മുടെ ശരീരത്തിൽ കൂടെ ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് നമുക്കിവിടെ തന്നിട്ടില്ലേ? കുറച്ച് ഭാഗം മിസ്സായി പോയിട്ടുണ്ടല്ലേ? അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ കംപ്ലീറ്റ് ചെയ്താലോ? എന്തൊക്കെയാണ്? ഓക്കെ, ഇവിടെ ഡാഷ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, അടിയിൽ ഗ്ലൂക്കോസ്. എന്നിട്ട് എന്താ എഴുതാൻ തന്നേക്കണേ? ബ്ലഡ് കാപ്പിലറീസ് ഓഫ് വില്ലസ്. വില്ലസിന്റെ ബ്ലഡ് കാപ്പിലറീസിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. വില്ലസിന്റെ ബ്ലഡ് കാപ്പിലറീസിലോട്ട് നമ്മൾ ആരൊക്കെയാ മക്കളെ കൊടുക്കുക? ഗ്ലൂക്കോസിനെ മാത്രമാണോ കൊടുക്കുക? അല്ല, 5 ആൾക്കാരെ കൊടുക്കുന്നുണ്ട് അല്ലേ? ആരൊക്കെയാണ് മക്കളെ ഒന്ന് പറഞ്ഞേ? ഒന്ന് ഗ്ലൂക്കോസ്, പിന്നെ ആരാണ്? രണ്ടാമത്തെ ആളാണ് ഫ്രക്ടോസ്, മൂന്നാമത്തെ ആളാണ് ഗലാക്ടോസ്, നാലാമത്തെ ആളാണ് അമിനോ ആസിഡ്. ഓക്കെ, ഇത്രയും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വില്ലസിന്റെ ബ്ലഡ് വെസലിലോട്ട് ബ്ലഡ് കാപ്പിലറിയിലോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ആൾക്കാരിൽ ഏതെങ്കിലും 2 ആൾക്കാർ അമിനോ ആസിഡിന് എഴുതിയാൽ മതി. കാരണം ഫ്രക്ടോസും ഗലാക്ടോസും ഒക്കെ ഗ്ലൂക്കോസും തന്നെ വേറെ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ വേറെ പേരുകളാണ്. ഓക്കെ, ഇതിനകത്ത് അമിനോ ആസിഡ് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ 2 പേരോട് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ബ്ലഡ് കാപ്പിലറീസിലോട്ട് കൊടുത്തു. അവിടെ നിന്ന് ഈ സാധനം എങ്ങോട്ടാ പോവാ? ലിവറിലോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലിവറിന് മുമ്പ് അവിടെ ഒരാൾ വരുന്നില്ലേ? അവിടെ വരുന്ന ആളെ നമ്മൾ പറഞ്ഞ പേര് മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ. പോർട്ടൽ വെയിൻ എന്ന് പറയും. എന്താ പറയേണ്ടത്? പോർട്ടൽ വെയിൻ. അതായത് ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലോട്ട് ബ്ലഡിനെ കൊടുക്കുന്ന ആൾക്കാർ, ആ വെയിൻസിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? പോർട്ടൽ വെയിൻ. ഓക്കെ, ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലോട്ട് ബ്ലഡ് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന വെയിനുകളെ പറഞ്ഞ പേരാണ് എന്ത്? പോർട്ടൽ വെയിൻ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഒരു ഓർഗൻ വില്ലസ് എവിടെ കാണാം? സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് അല്ലേ? ഈ സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും ലിവറിലോട്ട്, അപ്പോൾ ഒരു ഓർഗനിൽ നിന്ന് മറ്റൊരു ഓർഗനിലോട്ടല്ലേ കൊടുത്തേ? അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത വെയിനാണ് എന്ത്? പോർട്ടൽ വെയിൻ. ഇനി ലിവറിൽ നിന്ന് വീനക്കാവ, നമ്മുടെ ഹാർട്ടിന്റെ വാൽവില്ലേ, വാൽവല്ല ആ വെസലില്ലേ, അവിടേക്ക് നമ്മൾ ബ്ലഡ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെയിൻ ഉണ്ട്. അതിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. എന്താ പറയേണ്ടത്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് പറയും കേട്ടോ. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ലിവറിൽ നിന്ന് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി നമ്മൾ എങ്ങോട്ട് കൊടുത്തു? വീനക്കാവയിലോട്ട് കൊടുത്തു. വീനക്കാവയിൽ നിന്ന് എങ്ങോട്ട് കൊടുക്കും? ഹാർട്ടിലോട്ട് കൊടുക്കും. ഹാർട്ടിൽ നിന്ന് പിന്നെ ശരീരത്തിന്റെ പല ഭാഗത്തോട്ട് കൊടുക്കും. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നോക്കിയേ, അത് മാത്രം, അത് കഴിഞ്ഞു, അതോടുകൂടി നമ്മുടെ ഇവിടെ കഴിഞ്ഞോ? ഇല്ല, ഇനിയുമുണ്ട് ഫ്ലോ ചാർട്ട്. അടിയിൽ ഒരു ഫ്ലോ ചാർട്ട് എടുക്കുന്നുണ്ട് അല്ലേ? അതിനാൽ നമുക്ക് ഫാറ്റി ആസിഡും തന്നിട്ടുണ്ട്, ബാക്കി ഒരാൾ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, ഫാറ്റി ആസിഡ് എന്ന് കഴിഞ്ഞാൽ വേറൊരാൾ ആരാ വരണേ? ഫാറ്റി ആസിഡ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ കൂടെ എഴുതുന്ന ആളാണ് മക്കളെ? ഗ്ലിസറോൾ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങോട്ടാ കയറി പോവാ? ഹാർട്ടിലോട്ട് എത്തണമെങ്കിൽ അവർ ഫസ്റ്റ് ആരാ ഡിപ്പെൻഡ് ചെയ്യണം?
നമുക്കറിയാലേ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഏറ്റവും അടിഭാഗത്ത് വരുന്ന ആളാണ് ലാക്റ്റിയൽസ്. ആരാണ് മക്കളേത്? ലാക്റ്റിയൽസ്. ലാക്റ്റിയൽസിന് പിന്നെ നമ്മൾ എങ്ങോട്ടാ കൊടുക്കുക? ലിംഫ് വെസൽ. എങ്ങോട്ടാ കൊടുക്കണേ മക്കളെ? ലിംഫ് വെസൽ. ലിംഫ് വെസലിന് പിന്നെ എങ്ങോട്ട് പോകും? വീനക്കാവയിലോട്ട് പോകും. അവിടുന്ന് പിന്നെ ഹാർട്ട്, അവിടുന്ന് പിന്നെ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ന്യൂട്രിയൻസിനെ പല ഭാഗത്തോട്ട് എത്തിക്കാം. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും പല ഭാഗത്തോട്ടേക്ക് ന്യൂട്രിയൻസ് എത്തിക്കുന്ന രീതിയാണ് ഈ കാണിച്ചേക്കുന്നത്. അതിന്റെ ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഫ്ലോ ചാർട്ട് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇനി ഇവിടെ നമുക്ക് ABC ഒന്നും തന്നിട്ടില്ല. അപ്പൊ ABC തന്നിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫുൾ ഫ്ലോ ചാർട്ട് എഴുതി വെക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ മിസ്സായിട്ടുള്ള ഭാഗത്ത് മാത്രം എന്ത് ചെയ്യരുത്? എഴുതി വെക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാലോ. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്തൊരു ഭാഗമാണ് ഹാർട്ട്. ഓക്കെ, ഹാർട്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, ചെറിയൊരു ഡൗട്ട് തോന്നിക്കുന്ന ഭാഗമാണ്. അവിടെ മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. സിമ്പിൾ ആണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കിട്ടും. ഓക്കെ, എന്താണ് ഹാർട്ട്? ഓക്കെ, നമുക്ക് അറിയാം എന്തിനാ മക്കളെ നമുക്ക് ഹാർട്ട് എന്ന് പറഞ്ഞ ഓർഗൻ? നമ്മുടെ പല ഭാഗത്തോട്ടും, ശരീരത്തിന്റെ പല ഭാഗത്തോട്ടും ന്യൂട്രിയൻസിനെയും ഓക്സിജനൊക്കെ പമ്പ് ചെയ്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഓർഗൻ ആണ് ആരെന്ന് പറഞ്ഞത്? ഹാർട്ട് എന്ന് പറഞ്ഞത് അല്ലേ? ഓക്കെ, അപ്പൊ ഹാർട്ടിലൂടെ എങ്ങനെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയ മക്കളെ, ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നും ബ്ലഡ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, കിഡ്നിയാണ് അവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുക. പല ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നും ഫസ്റ്റ് ബ്ലഡ് എങ്ങോട്ടാ? കിഡ്നിയിലോട്ടാ പോവുക. കാരണം ബ്ലഡിനകത്തുള്ള ഹാർംഫുൾ ആയിട്ടുള്ള വേസ്റ്റുകളെ കളയാൻ സഹായിക്കുന്ന ഒരാളാണ് ആരെന്ന് പറഞ്ഞത്? കിഡ്നി എന്ന് പറഞ്ഞത് അല്ലേ? ഓക്കെ, അപ്പൊ കിഡ്നിയിൽ നിന്നും ആവശ്യമില്ലാത്ത വേസ്റ്റുകളെ മുഴുവൻ കളഞ്ഞിട്ട് ബാക്കി വരുന്ന ബ്ലഡ്, ആ ബ്ലഡിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നറിയോ? കിഡ്നിന്ന് വേസ്റ്റ് കളഞ്ഞിട്ട് ബാക്കി ഉണ്ടാവുന്ന ബ്ലഡിൽ ഉണ്ടാവുന്ന ആൾക്കാരാണ് ആരെന്ന് പറഞ്ഞത്? ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, രണ്ടാമത്തെ ആൾക്കാര് ന്യൂട്രിയൻസ്. ഓക്കെ, ഇതടങ്ങിയിട്ടുള്ള ബ്ലഡ് ആണ് നമ്മുടെ ഹാർട്ടിലോട്ട് പോവാ. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോട്ടാ. നമ്മുടെ കിഡ്നിയിൽ നിന്നും ആവശ്യമില്ലാത്ത വേസ്റ്റുകളെ മുഴുവൻ കളഞ്ഞിട്ട് ബാക്കി വരുന്ന ബ്ലഡ്, ആ ബ്ലഡിനകത്ത് എന്തൊക്കെ ഉണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, ന്യൂട്രിയൻസ് ഉണ്ടാവും. ഈ ബ്ലഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാർട്ടിലോട്ട് കൊടുക്കുക. ഓക്കെ, ഹാർട്ടിലോട്ട് എങ്ങനെയാ കൊടുക്കുക? ഹാർട്ടിലോട്ട് കൊടുക്കുന്ന ഫ്ലോ ചാർട്ടാണ്, ശ്രദ്ധിച്ച് കേട്ടോട്ടാ. ഓക്കെ, ഈ കാർബൺ ഡൈ ഓക്സൈഡ്, ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ബ്ലഡിനെ നമ്മൾ സുപ്പീരിയർ വീനക്കാവ വഴിയും, ശ്രദ്ധിച്ചോട്ടാ, സുപ്പീരിയർ വീനക്കാവ വഴിയും അതേപോലെ തന്നെ ഇൻഫീരിയർ വീനക്കാവ വഴിയും റൈറ്റ് ഏട്രിയത്തിലോട്ട് കൊടുക്കും. ഓക്കെ, ടീച്ചർ എന്താ പറഞ്ഞത്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ബ്ലഡിനെ സുപ്പീരിയർ വീനക്കാവ വഴിയും ഇൻഫീരിയർ വീനക്കാവ് വഴിയും ഏത് ഭാഗത്തോട്ട് കൊടുക്കുക? ഫസ്റ്റ് റൈറ്റ് ഏട്രിയത്തിലോട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ടീച്ചർക്ക് ഇപ്പൊ തന്നെ ഫ്ലോ ചാർട്ട് നോക്കി, ഇപ്പൊ തന്നെ ഫ്ലോ ചാർട്ട് എഴുതിയോട്ട് പോവാം. ഓക്കെ, ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറയുമ്പോൾ കിഡ്നി ആണെന്നാലും ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡിയാണ് നമുക്ക് ഇപ്പോഴും വരാറില്ലേ? അങ്ങനെ തന്നെ എഴുതാം, ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി. അവിടെ നമുക്ക് കിട്ടുന്ന ബ്ലഡ് ആണ് എന്ത്? ഡി ഓക്സിജനേറ്റഡ്. ആ വാക്കൊന്ന് പഠിക്കണേ മക്കളെ, ഡി ഓക്സിജനേറ്റഡ്. അതായത് ഓക്സിജൻ ഇല്ലാത്ത, കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ബ്ലഡിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയും. ഈ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഏത് വഴിയാ ഹാർട്ടിലോട്ട് കയറാ? സുപ്പീരിയർ വീനക്കാവ വഴിയും, സുപ്പീരിയർ ടീച്ചർ ഫുൾ എഴുതിയേക്കാം, ഇനി നിങ്ങൾ തെറ്റിക്കണ്ട, സുപ്പീരിയർ വീനക്കാവ വഴിയും അതേപോലെ തന്നെ ഇൻഫീരിയർ വീനക്കാവ വഴി എങ്ങോട്ടാ മക്കളെ കയറാ? ഏത് ഭാഗത്തോട്ടാ കയറാ? റൈറ്റ് ഏട്രിയത്തിലോട്ട് കയറും. എങ്ങോട്ടാ കയറുന്നത്? റൈറ്റ് ഏട്രിയം. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ മക്കളെ, റൈറ്റ് ഏട്രിയത്തിലോട്ട് കയറി. ഇനി റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ഇതിനെ നേരെ എങ്ങോട്ടാ കൊടുക്കേണ്ടത്? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് കൊടുക്കണം അല്ലെ? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് കൊടുക്കണം. അങ്ങനെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് കൊടുക്കണം. നേരത്തെ ഏട്രിയത്തിൽ നിന്ന് ബ്ലഡിനെ കൊടുക്കണമെങ്കിൽ ഏട്രിയം ഒന്ന് ചുരുങ്ങണം. ഏട്രിയം ചുരുങ്ങിക്കഴിഞ്ഞാലാണ് ആ ബ്ലഡ് തള്ളി എങ്ങോട്ട് പോവുള്ളൂ? വെൻട്രിക്കിളിലോട്ട് പോവുള്ളൂ. ഓക്കെ, അങ്ങനെ ഏട്രിയം ചുരുങ്ങുന്നതിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. ഏട്രിയം ചുരുങ്ങുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ്, ശ്രദ്ധിച്ച് കേട്ടോട്ടാ, ഏട്രിയം ചുരുങ്ങുന്നതിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഏട്രിയൽ സിസ്റ്റോൾ. എന്താ പറയണ്ട മക്കളെ? എന്താ പറയേണ്ടത്? ഏട്രിയൽ സിസ്റ്റോൾ. ഓക്കെ, ഏട്രിയം ചുരുങ്ങുന്നതിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഏട്രിയൽ സിസ്റ്റോള്. അങ്ങനെ ഏട്രിയൽ സിസ്റ്റോൾ നടന്നു, ഏട്രിയം ചുരുങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബ്ലഡ് ഇങ്ങനെ പോകും. ബ്ലഡ് പോവാനായിട്ട് അവിടെ സഹായിക്കുന്ന രണ്ടാൾക്കാരെ കണ്ടോ? രണ്ട് വാൽവുകളെ കണ്ടോ? നിങ്ങൾ അവിടെ കണ്ടോ? ഈ വാൽവിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയും. ഈ വാൽവിന് നമ്മൾ പറഞ്ഞ പേരാണ് മക്കൾ എന്ത്? ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയും. ഓക്കെ, ഈ ട്രൈകസ്പിഡ് വാൽവ് തുറക്കും. ഏട്രിയം ചുരുങ്ങി കഴിയുമ്പോൾ അപ്പം തന്നെ ട്രൈകസ്പിഡ് വാൽവ് തുറക്കും. അപ്പോൾ ബ്ലഡ് നേരെ ഇങ്ങോട്ട് പോകും? വെൻട്രിക്കിളിലോട്ട് ഒഴുകി പോകും. ഓക്കെ,
അപ്പൊ തന്നെ ബ്ലഡ് വെൻട്രിക്കിളിലോട്ട് എത്തി അപ്പൊ തന്നെ ട്രൈക്കസ്പിഡ് വാൽവ് അടയും. എന്തിനാ അടയണേ? എന്തിനാണെന്നറിയോ? കാരണം ഇല്ലെങ്കിൽ ഈ വെൻട്രിക്കിളിൽ നിൽക്കുന്ന ബ്ലഡ് തിരിച്ചൊഴുകി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഏട്രിയത്തിൽ നിന്നും വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് പോയി അപ്പൊ തന്നെ വാൽവ് അടഞ്ഞില്ലെങ്കിൽ ഈ ബ്ലഡ് തിരിച്ചെന്ത് ചെയ്യോടെ മക്കളെ? ഒഴുകി ഏട്രിയത്തിലോട്ട് തന്നെ വരും. അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ തടയാനായിട്ട് ഉപയോഗിക്കുന്ന ആ വാൽവിന്റെ പേരാണ് മക്കളെ എന്ത്? ട്രൈക്കസ്പിഡ് വാൽവ്. എന്താ പറയേണ്ടത്? ട്രൈക്കസ്പിഡ് വാൽവ്. അപ്പൊ അത് അടഞ്ഞു. ബ്ലഡ് നേരെ എങ്ങോട്ട് പോയി? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോയി. എങ്ങോട്ട് പോയി മക്കളെ? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോയി. ഓക്കെ ആണ് ഇത്രയും പറഞ്ഞത്? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോയി. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യാറിയോ? ഈ ബ്ലഡിനെ നേരെ ഒരു വെയിനിലോട്ട് കയറ്റിവിടും. എങ്ങോട്ടാ കയറ്റിവിടണേ? ഈ വെയിനിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? പൾമനറി ആർട്ടറി. എന്താ പറയാ മക്കളെ? പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറി. പൾമനറി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് മക്കളെ ആരാ? ലങ്സിനെ ആലോചിക്കണം. ആരെ ആലോചിക്കേണ്ടത്? ലങ്സ്. ഓക്കെ, പൾമനറി എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് മക്കളെ എന്ത്? ലങ്സ്. ഇവിടെ ഉണ്ട് ലങ്സ്. ഓക്കെ, ഇവിടെ ഉണ്ട് ലങ്സ്. ലങ്സിലോട്ട് കൊടുത്ത് വിടും. ലങ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് നമ്മൾ കൊടുത്ത് വിട്ടു. എന്തിനാ ലങ്സിലോട്ട് ബ്ലഡിനെ കൊടുത്ത് വിടണേ? എന്തിനാണ് നമ്മൾ ലങ്സിലോട്ട് ബ്ലഡിനെ കൊടുത്ത് വിടണേ? കാരണം നമുക്കറിയാം ഓക്സിജൻ വന്നെത്തുന്ന ഒരേ ഒരു സ്ഥലം ആരാണ്? ലങ്സ് ആണല്ലേ. ലങ്സിലാണ് നമ്മുടെ ഓക്സിജൻ കുട്ടാപ്പി ഉള്ളത്. ഈ ഓക്സിജൻ കുട്ടപ്പനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്ലഡിനെ എങ്ങോട്ട് കൊടുത്തു വിടുക? ലങ്സിലോട്ട് കൊടുത്തു വിടുക. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു കേട്ടോ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമനറി ആർട്ടറി വഴി ഇത് നമ്മൾ എങ്ങോട്ട് കൊടുത്തു? ലങ്സിലോട്ട് കൊടുത്തു. അപ്പൊ ശ്രദ്ധിച്ചോട്ടെ മക്കളെ, ഈ വെൻട്രിക്കിളിൽ നിന്ന് ഇതിനെ പൾമനറി ആർട്ടറി ഇത്രയും ദൂരേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിന്ന് അത്രയും സ്പീഡിൽ ബ്ലഡ് പോകണ്ടേ? വേണ്ടേ? അങ്ങനെ സ്പീഡിൽ പോവാനായിട്ട് ഇവിടെ വെൻട്രിക്കിൾ ഒന്ന് ചുരുങ്ങും. സ്പീഡിൽ ബ്ലഡിനെ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട്, തള്ളി വിടാൻ വേണ്ടിയിട്ട് വെൻട്രിക്കിൾ അവിടെ നിന്ന് ചുരുങ്ങും. ആ വെൻട്രിക്കിൾ ചുരുങ്ങണേന് നമ്മൾ അതേപോലെ ഒരു പേര് പറയും. എന്താ പറയാന്നറിയോ? വെൻട്രിക്കിൾ ചുരുങ്ങണേനെ നമ്മൾ പറഞ്ഞ പേര് മക്കൾ എന്ത്? വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയും. എന്താ പറയേണ്ടത്? വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ഓക്കെ, ഏട്രിയം ചുരുങ്ങണേനെ പറഞ്ഞ പേരാണ് എന്ത്? ഏട്രിയൽ സിസ്റ്റോൾ. വെൻട്രിക്കിൾ ചുരുങ്ങണേനെ പറഞ്ഞ പേരാണ് എന്ത്? വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ഓക്കെ, ഇതേപോലെ തന്നെ ബ്ലഡ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാണ്ടിരിക്കണ്ടേ? തിരിച്ചു വരാണ്ടിരിക്കാൻ അവിടെയും നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? ഒരു വാൽവ് കാണാനായിട്ട് പറ്റും. ഈ വാൽവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സെമി ലൂണാർ വാൽവ് എന്ന് പറയും. ഇവിടുത്തെ പേര് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇത് ഗൂഗിളിൽ നിന്ന് എടുത്ത ഡയഗ്രാം ആയതുകൊണ്ടാണ് വേറെ പേര്. നമുക്ക് പഠിക്കാൻ വരുന്ന പേരാണ് മക്കൾ എന്ത്? സെമി ലൂണാർ വാൽവ്. ഓക്കെ, സെമി ലൂണാർ വാൽവ് എന്ന് പറയും. ഓക്കെ, ഈ സെമി ലൂണാർ വാൽവ് വഴി എന്ത് ചെയ്യും? ഈ ബ്ലഡ് നേരെ നമ്മുടെ ബ്ലഡ് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ വാൽവ് അടയും. അപ്പം ബ്ലഡ് നേരെ എങ്ങോട്ട് പോകും? ലങ്സിലോട്ട് പോകും. ഓക്കെ, ലങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ലങ്സിലോട്ട് പോയപ്പോ തന്നെ എന്താ സംഭവിക്കുക? അവിടെ എന്ത് സംഭവിച്ചു? ലങ്സിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ തിരിച്ചു കൊടുത്ത് വിട്ടിട്ട് ഓക്സിജനെ വാങ്ങും. ഓക്സിജൻ വാങ്ങിയിട്ട് എന്ത് ചെയ്യഞ്ഞി? ഓക്സിജൻ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം? അവിടെ തന്നെ വെച്ചാൽ മതിയോ? ലങ്സിൽ തന്നെ വെച്ചാൽ മതിയോ? ബ്ലഡിനെ തിരിച്ചു കൊണ്ടുവരണ്ടേ? അങ്ങനെ എന്ത് ചെയ്തു? ഓക്സിജൻ വാങ്ങിയിട്ട് നമ്മൾ കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന വെയിനിനെ നമ്മൾ പറഞ്ഞ പേരാണ് മക്കൾ എന്ത്? പൾമനറി വെയിൻ എന്ന് പറയും. എന്താ പറയേണ്ടത്? പൾമനറി വെയിൻ. ലങ്സിൽ നിന്നും നമ്മുടെ ഓക്സിജൻ അടങ്ങിയ ബ്ലഡിനെ പറഞ്ഞ പേരാണ് എന്ത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നാണ് പറയാം. എന്താ പറയുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഈ ഓക്സിജൻ അടങ്ങിയ ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യും? പൾമനറി വെയിൻ വഴി എങ്ങോട്ടാ കൊണ്ടുവരാന്നറിയോ? ഇങ്ങോട്ട്. എങ്ങോട്ട്? ലെഫ്റ്റ് ഏട്രിയം. എങ്ങോട്ടാ കൊണ്ടുവരാൻ മക്കളെ? ലെഫ്റ്റ് ഏട്രിയം ട്ടോ. ഓക്കെ, ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് കൊണ്ടുവരും. അപ്പൊ ഒന്ന് പറഞ്ഞ ഇത്രയും ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എങ്ങോട്ട് കൊണ്ടുവരും? നമ്മള് ഏത് വെയിനിലോട്ടാ കൊടുക്കുക? പൾമനറി വെയിനിലോട്ട് കൊടുക്കും അല്ലെ? പൾമനറി വെയിനിലോട്ട് കൊടുത്തു. ഓക്കെ, പൾമനറി വെയിനിൽ നിന്ന് ഇത് നമ്മൾ എങ്ങോട്ടാ കൊടുക്കുക? പൾമനറി വെയിനിൽ നിന്ന് എങ്ങോട്ടാ കൊടുക്കുക? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് കൊടുത്തു. ഇനി ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് കൊടുത്തു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് നേരെ എങ്ങോട്ടാ കൊടുക്കണ്ടേ? നേരെ അടിയിലോട്ട് കൊടുക്കണ ആരാ? ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പൊ നിങ്ങൾ എന്നാ പറഞ്ഞു മക്കളെ? ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് കൊടുക്കണമെങ്കിൽ ഏട്രിയം ഒന്ന് ചുരുങ്ങണേനെ പറഞ്ഞ പേരാണ് എന്ത്? ഏട്രിയൽ സിസ്റ്റോൾ. എന്താ പറയാ? ഏട്രിയൽ സിസ്റ്റോൾ. അങ്ങനെ കൊടുത്ത അപ്പൊ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വാൽവ് വരുന്നുണ്ട് അല്ലേ? ആ വാൽവിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? എന്താ പറയാ വാൽവിനെ? ആ വാൽവിന് നമ്മൾ പറഞ്ഞ പേരാണ് ഇതല്ല കേട്ടോ,
ബൈകസ്പിഡ് വാൽവ് എന്ന് പറയും. എന്താ പറയേണ്ടത്? ബൈകസ്പിഡ് വാൽവ്. ഓക്കെ, ആ വാൽവിന് നമ്മൾ പറഞ്ഞ പേര് മക്കൾ എന്ത്? ബൈകസ്പിഡ് വാൽവ്. ഇവിടെ ട്രൈകസ്പിഡ് വാൽവ്, അവിടെ ബൈകസ്പിഡ് വാൽവ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? വാൽവ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം മക്കളെ? നമ്മുടെ ബ്ലഡ് അപ്പൊ തന്നെ തിരിച്ചങ്ങോട്ട് പോകും, ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോകും. അങ്ങനെ പോകാൻ പാടുണ്ടോ? ഇല്ല. അത് തടയാനാണ് ബൈകസ്പിഡ് വാൽവ് സഹായിക്കുക. അങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തി ബ്ലഡ്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അപ്പൊ നോക്കി എഴുതാം. ഓക്കെ, ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് എങ്ങോട്ട് പോയി? ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് പോയി. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇത് നമുക്ക് എങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത്? അവിടെ സഹായിച്ച ആ ഒരു സിസ്റ്റോളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ, വാൽവിനെ കുറിച്ചും പറയണം. ഓക്കെ, ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാ കൊടുക്കേണ്ടത്? ഏറ്റവും വലിയ ആൾ. ഏറ്റവും വലിയ ആൾ ആരെടുത്താ? നമ്മുടെ അയോട്ട. ഓക്കെ, അയോട്ട. അയോട്ടയിലിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്ലഡിനെ കൊടുക്കും. ഓക്കെ, എങ്ങോട്ടാ കൊടുക്കാം മക്കളെ? അയോട്ടയിലോട്ട് നമ്മൾ ഈ ബ്ലഡിനെ എന്ത് ചെയ്യോടാ? കൊടുക്കും. അയോട്ടയിൽ നിന്ന് എന്താ ചെയ്യുക? അയോട്ടയിൽ എന്താ ചെയ്യുന്നേ? നേരെ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി, ശരീരത്തിന്റെ പല ഭാഗത്തോട്ട് എന്ത് ചെയ്യും? ബ്ലഡ് നമ്മൾ കൊടുക്കും. അത് പിന്നെയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. മനസ്സിലായോ? ഇതാണ് നമ്മുടെ സർക്കുലേഷനിൽ വരുന്നത്. ഇതാണ് ഹാർട്ടിന്റെ സർക്കുലേഷൻ. ഓക്കെ, ഇത്രയും ഓക്കെയാണോ? ഇങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് ഹാർട്ടിലൂടെ ഇങ്ങനെ പമ്പ് ചെയ്ത് പോകണം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഹാർട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോ കുറച്ച് നേരത്തേക്ക് ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ, കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ എല്ലാ ബ്ലഡും പമ്പ് ചെയ്ത് പോയി, ഈ അയോട്ട വഴി പമ്പ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഹാർട്ടിൽ ഒരു ബ്ലഡും ഇല്ലാത്തൊരവസ്ഥ വരും. ബ്ലഡ് ഒന്നും ഇല്ലാതെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ വരും. ആ അവസ്ഥേനെ നമ്മൾ പറഞ്ഞ പേരാണ് ഡയാസ്റ്റോൾ. എന്താ പറയേണ്ടത്? ഡയാസ്റ്റോൾ. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എന്താ നടക്കുക? രണ്ട് സിസ്റ്റോൾ നടക്കുന്നുണ്ട് അല്ലേ? ഏട്രിയത്തിന്റെ സിസ്റ്റോൾ നടക്കുന്നുണ്ട്, വെൻട്രിക്കിളിന്റെ സിസ്റ്റോൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതാണ് എന്ത്? ഡയാസ്റ്റോൾ. ഓക്കെ, അപ്പൊ ഈ രണ്ട് സിസ്റ്റോളും ഒരു ഡയാസ്റ്റോളും കൂടി ചേർന്നിട്ടാണ് ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാവുക. ശ്രദ്ധിച്ചു കേട്ടോ, രണ്ട് സിസ്റ്റോൾ, ഏട്രിയൽ സിസ്റ്റോളും വെൻട്രിക്കുലാർ സിസ്റ്റോളും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഡയാസ്റ്റോൾ, റിലാക്സ് ചെയ്തിരിക്കുന്ന അവസ്ഥനെ പറഞ്ഞ പേരാണ് ഡയാസ്റ്റോൾ. ഈ മൂന്ന് അവസ്ഥയും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു ഹാർട്ട് ബീറ്റ് നമുക്ക് കിട്ടുക. കാരണം മനസ്സിലായില്ലേ? ഓക്കെ, ഇതാണ് ഹാർട്ടിന്റെ സർക്കുലേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലോട്ട് പെട്ടെന്ന് പോകും. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാം. ഇത് പഠിച്ച ഏതൊരു കുട്ടിക്ക് ആൻസർ ചെയ്യാം അല്ലെ? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, പറഞ്ഞോ. ദ ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട് ആൻഡ് ഹാർട്ട് ചേംബേഴ്സ്. ഹാർട്ടിലോട്ട് ബ്ലഡ് കൊടുക്കുന്ന വെസൽ ഏതാണ്? ഏത് വെസലാണ് മക്കളെ? നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചില്ലേ, ഹാർട്ടിലോട്ട് ബ്ലഡ് കൊടുക്കുന്ന വെസൽ ഏതാണ്? ഹാർട്ടിലോട്ട് ബ്ലഡ് കൊടുക്കുന്ന വെസൽ ഏതാണ്? നമ്മുടെ സുപ്പീരിയർ വീനക്കാവ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ. ആരാണ് മക്കളെ? അത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ. ഓക്കെ, കിട്ടിയില്ലേ? രണ്ടാമത്തൊന്ന് പറഞ്ഞേ. ദ ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ആരാണ് മക്കളെ? വേറെ ആരുമല്ല അല്ലേ? ആരാണ്? അയോട്ട. കൊണ്ടുവരാൻ സഹായിക്കുന്ന ആളാരാണ്ടാ? അയോട്ട. ഓക്കെ, ഓക്കെ. ഇനി വെയിൻ എന്ന് വെച്ചാൽ നമുക്ക് വേറൊരാളെ കൂടി പറയാം. ആരാണ്? വെയിൻസ് എന്ന് പറയാം അല്ലെ? വെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിൻസിനെ പറയാം. ഇവിടെ ആരോ പറയാ? ആർട്ടറി എന്നും പറയാം. ഓക്കെ, ഈ രണ്ടാൾക്കാരും ഇത് തന്നെ സഹായിക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു കേട്ടോ. ദ ചേംബർ വേർ ബ്ലഡ് എൻറ്റേഴ്സ് ഫ്രം റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും, ശ്രദ്ധിച്ചു കേട്ടോ, റൈറ്റ് ഏട്രിയത്തിൽ നിന്നും എന്താണ്? റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് കൊടുക്കുന്ന ബ്ലഡ് കൊടുക്കുന്ന ചേംബർ ഏതാണെന്ന് ചോദിച്ചേക്കണേ. ഏത് ചേംബറാണ് മക്കളെ റൈറ്റ് ഏട്രിയത്തിന് ബ്ലഡ് കൊടുക്കുന്നത്? നമുക്കറിയാം അല്ലേ? റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് കൊടുക്കുന്ന എങ്ങോട്ടായിരിക്കുള്ളൂ? റൈറ്റ് വെൻട്രിക്കിൾ. ഇനി അടുത്തത് ദ ചേംബർ വേർ ബ്ലഡ് എൻറ്റേഴ്സ് ഫ്രം ലെഫ്റ്റ് ഏട്രിയം. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് കയറി പോകുന്ന ചേംബർ ഏതാന്ന് വെച്ചാൽ അവിടെ നമുക്കറിയാം ഉത്തരം ഏതാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അതും കിട്ടി. ഇനി അടുത്ത എന്താണ്? ദ ബ്ലഡ് വെസൽ ഇൻ ടു വിച്ച് ബ്ലഡ് എൻറ്റേഴ്സ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ശ്രദ്ധിച്ച് കണ്ടോ കേട്ടാ, ആ ഫിഗർ നോക്കാം. ടീച്ചർ മൊത്തത്തിലൊന്ന് വായിക്കണേ. ഓക്കെ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് കയറി പോകുന്ന വെസൽ ഏതാണെന്നാ ചോദിച്ചേക്കണേ. ബ്ലഡ് വെസൽ ഏതാണെന്നാ ചോദിച്ചേക്കണേ. ഏത് ബ്ലഡ് വെസലിലോട്ട് മക്കൾ ഇത് കയറി പോണേ? നമുക്കറിയാം അല്ലേ? പൾമനറി ആർട്ടറി. ഏതിലോട്ടാ മക്കളെ ഇത് കയറി പോണത്? പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറി. ഓക്കെ, പൾമനറി ആർട്ടറി. അത് കഴിഞ്ഞു.
the blood vessel into which blood enters from the left ventricle. Okay, ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് കയറുന്ന ബ്ലഡ് വെസൽ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് കയറുന്ന ബ്ലഡ് വെസൽ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് കയറി പോണ ബ്ലഡ് വെസൽ ഏതാ നമുക്ക് അറിഞ്ഞൂടെ? ഏതാണ് മക്കളെ അത്? വേറെ ആരുമില്ല അല്ലേ? ഇതാരാണ്? അയോട്ട. ഓക്കെ, നിങ്ങൾ ആ സർക്കുലേഷൻ പഠിച്ചതിന് ശേഷം മാത്രമേ ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് അത് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യും? മറന്നു പോകും, മാറിപ്പോവും. ഓക്കെ, ലാസ്റ്റ്, ഡസ് ദ ബ്ലഡ് ഫ്ലോ ബാക്ക് ഇൻ ടു ദ ഏട്രിയ വെൻ വെൻട്രിക്കിൾ കോൺട്രാക്ട്. അതായത് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, വെൻട്രിക്കിൾ ചുരുങ്ങുന്ന സമയത്ത് ഏട്രിയത്തിലോട്ട് ബ്ലഡ് തിരിച്ചു പോവാറുണ്ടോ? യെസ് ഓർ നോ ആണ്. യെസ് ഓർ നോ? ഇല്ല, നോ. അപ്പൊ നോ എന്ന് എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ? അടുത്ത ആൻസറിലോട്ട് പോവാൻ. വൈ? എന്തുകൊണ്ടാണ് ബ്ലഡ് തിരിച്ചു പോവാത്തത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അവിടെ എന്തുണ്ട്? നമുക്ക് ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവും ഉണ്ട്. ഓക്കെ, രണ്ട് വാൽവുകൾ ഉണ്ടല്ലേ. വാൽവ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇവരതിനെ തടയും. ഓക്കെ, വാൽവ്സ് ആർ പ്രസന്റ്. ഓക്കെ, വാൽവ്സ് ആർ പ്രസന്റ്. അവരാണ് എന്ത് ചെയ്യുന്നത്? ദേ പ്രിവെന്റ്. അവരെന്ത് ചെയ്യണം മക്കളെ? ദേ പ്രിവെന്റ്. എന്ത് പ്രിവെന്റ് ചെയ്യും? എന്ത് തടയും? ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ്. അതായത് ബ്ലഡ് തിരിച്ചൊഴുകി പോകുന്നു. ബാക്ക്വേർഡ് ഫ്ലോ എന്ന് വെച്ചാൽ തിരിച്ചൊഴുകുക കേട്ടോ. അർത്ഥം അറിയാത്തവരെ എഴുതി വെക്കാം. ബാക്ക്വേർഡ് ഫ്ലോ എന്ന് വെച്ചാൽ എന്താ? തിരിച്ചൊഴുകി പോവാ. ആ തിരിച്ചൊഴുകുന്നത് ആര് തടയും മക്കളെ? നമ്മുടെ വാൽവുകൾ തടയും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എച്ച് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ വാട്ട് ഡസ് ബ്ലഡ് എൻറ്റേഴ്സ് ദ ലങ്സ്? ലങ്സിലോട്ട് എന്താവശ്യത്തിനാണ് ബ്ലഡ് കയറി പോകുന്നത്? എന്തിനാ മക്കളെ ലങ്സിലോട്ട് ബ്ലഡ് കയറി പോകുന്നത്? നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചോളൂ അല്ലേ? ഫോർ ഓക്സിജനേഷൻ. അതായത് ഓക്സിജനേഷൻ എന്ന് വെച്ചാൽ എന്താ? കാർബൺ ഡൈ ഓക്സൈഡിനെ കളഞ്ഞിട്ട് ഓക്സിജനെ കയറ്റാൻ. ഫോർ ഓക്സിജനേഷൻ. കിട്ടിയില്ലേ? ഇത്രയും കിട്ടിയില്ലേ? ഇത്രയുമാണ് വൺ വേർഡ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ ദ ടേംസ്. താഴെ നമുക്കൊരു 5 ടേംസ് തന്നിട്ടുണ്ടല്ലേ. ആ 5 ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. 1 ഹാർട്ട് ബീറ്റ്, 2 ഹാർട്ട് റേറ്റ്, 3 പേസ് മേക്കർ, 4 ECG, 5 പൾസ്. ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഓക്കെ, എന്താണെന്ന് നോക്കാം. എന്താണ് ഹാർട്ട് ബീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കാർഡിയാക് സൈക്കിൾ ഈസ് നോൺ ആസ് 1 ഹാർട്ട് ബീറ്റ്. അതായത് നേരത്തെ ടീച്ചർ ഒരു കാര്യം പറഞ്ഞില്ലേ, 2 സിസ്റ്റോളും, ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ, 2 സിസ്റ്റോളും 1 ഡയാസ്റ്റോളും. സിസ്റ്റോൾ എന്ന് വെച്ചാൽ എന്താ? ഹാർട്ട് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. ഡയാസ്റ്റോൾ എന്ന് വെച്ചാൽ എന്താ? ഹാർട്ട് കുറച്ചു നേരത്തേക്ക് റിലാക്സ് ആയിരിക്കുക. ഈ 3 ആൾക്കാരും കൂടി ചേരുമ്പോഴാണ് ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാവാന്ന് പറഞ്ഞില്ലേ. ഈ 3 ആൾക്കാർ തന്നെ നമ്മൾ എന്ത് പറയാ? കാർഡിയാക് സൈക്കിൾ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് കേട്ടാ. കാർഡിയാക് സൈക്കിൾ എന്ന് പറയും. ഓക്കെ, ഇത് 3ഉം ഒരു പ്രാവശ്യം നടന്നാൽ എന്ത് കിട്ടും? 1 ഹാർട്ട് ബീറ്റ് കിട്ടും. അപ്പൊ ഈ 3 ആൾക്കാരെയും കൂടി കൂട്ടിച്ചേർത്ത് പറയുന്ന പേരാണ് 1 ഹാർട്ട് ബീറ്റ്. ഓക്കെ, അപ്പോൾ 1 കാർഡിയാക് സൈക്കിൾ എന്ന് വെച്ചാൽ എന്താ? 2 സിസ്റ്റോളും 1 ഡയാസ്റ്റോളും. ഇത് കൂടി ചേർന്നിട്ടാണ് ഒരു കാർഡിയാക് സൈക്കിൾ ഉണ്ടാവുക. ഒരു കാർഡിയാക് സൈക്കിൾ തന്നെയാണ് എന്ത്? ഒരു ഹാർട്ട് ബീറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി. രണ്ടാമതാണ് എന്ത്? ഹാർട്ട് റേറ്റ്. എന്നാൽ നമുക്കല്ലേ ഹാർട്ട് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ് ഇൻ 1 മിനിറ്റ്. 1 മിനിറ്റിൽ നമ്മുടെ ഹാർട്ട് എന്തോരം ഇടിക്കുന്നുണ്ട്, ആ ഒരു എണ്ണത്തിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഹാർട്ട് റേറ്റ്. ഓക്കെ, അത് എത്രയാണ്? ഏകദേശം ഒരു ഇൻഡിവിജ്വലിന് 72 ആണ്. 72 പ്രാവശ്യമാണ് 1 മിനിറ്റിൽ നമ്മുടെ എല്ലാവരുടെയും ഹാർട്ട് ഇടിക്കുക. ഓക്കെ, അങ്ങനെ 1 സെക്കൻഡിൽ എന്തോരം ഇടിക്കും? 1 മിനിറ്റിൽ 72 പ്രാവശ്യം ആണെങ്കിൽ 1 സെക്കൻഡ് അല്ല, ഒരു ഹാർട്ട് ബീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എടുക്കുന്ന ടൈമാണ് എന്ത്? 0.8 സെക്കൻഡ്. ഓക്കെ, 1 മിനിറ്റിൽ 72 പ്രാവശ്യം നമ്മുടെ ഹാർട്ട് ഇടിക്കും. ഓക്കെ, ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാവാൻ എടുക്കുന്ന സമയമാണ് എന്ത്? അതായത് ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എടുക്കുന്ന സമയമാണ് എന്ത്? 0.8 സെക്കൻഡ്. ഓക്കെ ആണോ? മൂന്നാമത്താണ് എന്ത്? പേസ് മേക്കർ. ഓക്കെ, നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തിൽ ടീച്ചർ കാണിച്ചില്ല കേട്ടോ, ഫിഗറിൽ കാണിച്ചില്ല. ഓക്കെ, ഇതൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മഞ്ഞ ട്യൂബ് ഇങ്ങനെ ഒഴുകി പോണത് കാണാം. ഓക്കെ, ഈ മഞ്ഞ ട്യൂബിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? SA നോഡ് എന്ന് പറയും. എന്താ പറയേണ്ടത്? SA നോഡ്. സൈനോ ഏട്രിയൽ നോഡ് എന്ന് ഫുള്ള് പറയും. ഓക്കെ, നിങ്ങൾ SA നോഡ് എന്ന് പഠിച്ചാൽ. ഓക്കെ, ഇയാൾ എന്താ ചെയ്യാന്നറിയോ? ഈ SA നോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേസ് മേക്കർ എന്ന് പറയാം. SA നോഡ് എന്താ ചെയ്യുക? ദ ഇലക്ട്രിക് ഇമ്പൾസ് നെസസറി ഫോർ ദ കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ SA നോഡ്. അതായത് നമ്മുടെ ഹാർട്ട് ഇടിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇലക്ട്രിക് ഇമ്പൾസ് വേണം. ഓക്കെ, കുറച്ച് ഇലക്ട്രിക് മെസ്സേജസ് വേണം. ഈ ഇലക്ട്രിക് മെസ്സേജസിനെ, ഹാർട്ട് ഇടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് മെസ്സേജസിനെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് SA നോഡ്.
ഓക്കെ, ഈ എസ് എ നോഡ് ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ, ഇലക്ട്രിക് ഇമ്പൾസ് ഉണ്ടാവുള്ളൂ. ഈ ഇലക്ട്രിക് ഇമ്പൾസ് ഉണ്ടായാലാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് അതിനനുസരിച്ച് ഇടിക്കുള്ളൂ, ബീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ ബീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് എസ് എ നോഡ്. ഈ എസ് എ നോഡിനെ എവിടെയാ കാണാ, ഇൻ ദ വാൾ ഓഫ് റൈറ്റ് ഏട്രിയം, റൈറ്റ് ഏട്രിയത്തിന്റെ വാളില്. ഓക്കെ, ആ എസ് എ നോഡിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പേസ് മേക്കർ എന്ന് പറയും. എന്താ പറയണ്ട മക്കളെ, പേസ് മേക്കർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഹാർട്ട് ഇടിക്കാനായിട്ട് കുറച്ച് ഇലക്ട്രിക് ഇമ്പൾസ് വേണം. ആ ഇമ്പൾസിന് ഉണ്ടാക്കാൻ സഹായിക്കുന്ന നോഡാണ് എന്ത്, എസ് എ നോഡ്. ഈ എസ് എ നോഡിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്, പേസ് മേക്കർ ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ടേമാണ് എന്ത്, ഇ സി ജി. എല്ലാവർക്കും അറിയുന്ന ടേമാണ് ഇ സി ജി. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും കേൾക്കും ഇങ്ങനെ ഒരു ടേം. ഓക്കെ, പ്രത്യേകിച്ച് ഹാർട്ടിന്റെ അസുഖങ്ങളുള്ളവർക്ക്. ഓക്കെ, എന്താണ് അതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടാ, ഇലക്ട്രോ കാർഡിയോഗ്രാം. എന്താ പറയേണ്ടത്, ഇലക്ട്രോ കാർഡിയോഗ്രാം. എന്താ ഇ സി ജി അല്ലെ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു ഇടിപ്പ്, ഹാർട്ട് ബീറ്റിന്റെ ആ ഒരു വേവുകളെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന, ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു മെഷീൻ പറഞ്ഞ പേരാണ് എന്ത്, ഇ സി ജി അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, പറഞ്ഞ മനസ്സിലായില്ലേ. ഇ സി ജി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്തെങ്കിലും തകരാറുകളോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് കാണിച്ചിട്ടെ. ഇതാണ് ഇ സി ജി എന്ന് പറഞ്ഞ മെഷീൻ. ഓക്കെ, ഇതാണ് ഇ സി ജി. ഓക്കെ, അതിൽ നിർത്തിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായില്ലേ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ, ഇ സി ജിയുടെ ഫുൾ ഫോം എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ലാസ്റ്റ് വരുന്നതാണ് മക്കളെ എന്ത്, പൾസ്. എന്താ പൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഹാർട്ട് ഇടിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഹാർട്ട് ഇടിക്കുന്ന സമയത്ത് മക്കളെ അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ഈ പ്രഷർ നമ്മുടെ ആർട്ടറീസ് ഇല്ലേ, നമ്മുടെ ആ ബ്ലഡ് വെസൽസ് ഇല്ലേ, അതിന്റെ വാളിലും വന്നിട്ട് എഫക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ ഹാർട്ട് ഇടിക്കുന്ന സമയത്ത് അതിന്റെ ഹാർട്ടിൽ ഉണ്ടാകുന്ന പ്രഷർ, ഹാർട്ട് പോണ സമയത്ത് ആ ബ്ലഡിന് ഉണ്ടാകുന്ന പ്രഷർ നേരെ വന്ന് കാണിക്കുന്നത് എവിടെയാണ്, നമ്മുടെ ആർട്ടറീസിലാണ്. ഓക്കെ, ആ പ്രഷർ കാരണം അവിടെ എന്തുണ്ടാക്കും, ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ഉണ്ടാക്കും. എന്തുണ്ടാവണം മക്കളെ, ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ്, വേവ് പോലത്തെ ഒരു മൂവ്മെന്റ്, ഇങ്ങനെ തുടിക്കുക, ഒരു തുടിപ്പ് ഉണ്ടാവും. ആ തുടിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൾസ് എന്ന് പറയാം. ഓക്കെ, ദ വേവ് ലൈക്ക് മൂവ്മെന്റ് ഫോംഡ് ഡ്യൂ ടു ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ ഹാർട്ട് ഫെൽറ്റ് ഓൺ ദ വാൾ ഓഫ് ദ ആർട്ടറീസ്. ആർട്ടറീസിൽ എന്താണ്, ഹാർട്ട് കോൺട്രാക്ട് ചെയ്യാൻ റിലാക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആ പ്രഷർ, ഓക്കെ, അത് എവിടെ വന്നിരിക്കും, നമ്മുടെ ആർട്ടറീസിന്റെ വാളിൽ എഫക്റ്റ് ചെയ്യും, വന്നിട്ടുണ്ടാവും. ആ എഫക്റ്റ് ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് പോലെ ആയിരിക്കും ഉണ്ടാവുക. ആ വേവ് ലൈക്ക് മൂവ്മെന്റുകൾ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, പൾസ് എന്ന് പറയും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചായിരിക്കാം മക്കളെ, പൾസും ഹാർട്ട് റേറ്റും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും കേട്ടാ. പൾസും ഹാർട്ട് റേറ്റ് എന്തായിരിക്കും മക്കളെ, എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതും കൂടി പഠിച്ചു വെക്കാം. ഇപ്പൊ ഹാർട്ട് റേറ്റ് 72 ആണെന്നുണ്ടെങ്കിൽ പൾസും എന്ത് തന്നെയായിരിക്കും, 72 ആയിരിക്കും. ഓക്കെ, ഓക്കെ, പറഞ്ഞ മനസ്സിലായില്ലേ. ആ ടേംസും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇത് ടീച്ചർ ജസ്റ്റ് ആ ഡയഗ്രാം കാണിച്ചു തരാൻ വേണ്ടി മാത്രമല്ല, ഇതിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ചോദിക്കും. എന്താണ് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി, ഐഡന്റിഫൈ ദ ഇൻസ്ട്രുമെന്റ്സ് ഗിവൺ ബിലോ, റൈറ്റ് ദെയർ നെയിം ആൻഡ് ഫംഗ്ഷൻ ഓൾസോ. ഓക്കെ, എന്താണ് ഒന്ന് പറഞ്ഞേ. എ, തന്നിരിക്കുന്ന ഇൻസ്ട്രുമെന്റുകളുടെ പേരും അവരുടെ ഫംഗ്ഷനും എഴുതാനാണ് പറഞ്ഞേക്കണേ. എ എന്ന് പറഞ്ഞ ആളാണ് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചോളൂ അല്ലേ, ഇ സി ജി. ഫുൾ ഫോം കൂടി എന്താണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇയാൾ എന്തിനാ സഹായിക്കുക, എന്തിനാ വേണ്ട ഈ ഇലക്ട്രോ കാർഡിയോഗ്രാം സഹായിക്കുക, നമ്മുടെ ഹാർട്ടിൻ്റെ അകത്ത് ഉണ്ടാവുന്ന വേവുകളെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഗ്രാഫിക്കൽ ഫോമിലാക്കി കാണിച്ചു തരാനായിട്ട് സഹായിക്കുന്ന ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ആരെന്ന് പറഞ്ഞത്, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞത് അല്ലേ. ഓക്കെ, ഹാർട്ടിന്റെ വേവുകളെ ഒരു ഗ്രാഫിക്കൽ ഫോമിലാക്കി കാണിച്ചു തരാൻ സഹായിക്കുന്ന ആ ഇൻസ്ട്രുമെന്റിനെ പറഞ്ഞ പേരാണ് എന്ത്, ഇലക്ട്രോ കാർഡിയോഗ്രാം. എന്തെങ്കിലും ഹാർട്ടിന്റെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇ സി ജി എടുക്കാനാ പറയാം. ഓക്കെ, അടുത്തത് ബി എന്താന്ന് നോക്കിയാൽ മക്കളെ, ഇതിപ്പോ എവിടെ നോക്കിയാലും കാണാം, ചിലർ വീട്ടിൽ പോലും ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ. ഇത് എന്തിനു വേണ്ടിയാണ്, നമ്മുടെ പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ബ്ലഡിനകത്ത് ഉണ്ടാകുന്ന പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അല്ലെ. ഇതിന് നമ്മൾ എന്താ പറയാ, ഇതിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, ഡിജിറ്റൽ BP apparatus. എന്താ പറയണ്ട മക്കളെ, ഡിജിറ്റൽ BP apparatus. പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ തന്നെ പണ്ടെന്നല്ല ഇപ്പോഴും ചിലയിടത്തൊക്കെ കാണാം, എന്നാൽ പണ്ട് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെട്ടിരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, സ്ഫിഗ്മോമാനോമീറ്റർ.
മാനോമീറ്റർ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. സ്ഫിഗ്മോമാനോമീറ്റർ. ഓക്കെ, എന്താണ് സ്ഫിഗ്മോമാനോമീറ്റർ? ഈ രണ്ട് ഉപകരണത്തിന്റെ ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചെക്ക് ദ ബ്ലഡ് പ്രഷർ. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷറിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ആ ഇൻസ്ട്രുമെന്റിന്റെ പേരും അതിന്റെ ഫംഗ്ഷനും പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നോക്കിയാൽ മക്കളെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കിയേ. വാട്ട് ഈസ് മെൻ ബൈ ബ്ലഡ് പ്രഷർ? എന്താണ് ബ്ലഡ് പ്രഷർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഹാർട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഹാർട്ട് ബീറ്റ് നടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രഷർ ഉണ്ടാകും. ഈ പ്രഷർ നമ്മുടെ ആർട്ടറിയുടെ വാൾസിൽ വന്ന് ഇടിക്കും, അല്ലെങ്കിൽ ആർട്ടറിയുടെ വാളിൽ വന്നിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ആ സമയത്ത് ആർട്ടറിയുടെ വാളിലും എന്തുണ്ടാകും? ടീച്ചർ പറഞ്ഞത് ഒരു പ്രഷർ ഉണ്ടാകും. ആ പ്രഷറിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ബ്ലഡ് പ്രഷർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർട്ടറിയുടെ വാളിലും എന്ത് ചെയ്യും? അതേ പ്രഷർ ഫീൽ ചെയ്യും. ഓക്കെ, ആ ഹാർട്ടിന്റെ അവിടെ നിന്ന് ഉണ്ടാകുന്ന അതേ പ്രഷർ നമ്മുടെ ആർട്ടറിയുടെ വാളിലും ഉണ്ടാകും. ആ പ്രഷറിന് നമ്മൾ പറഞ്ഞ പേരാണ് നമുക്ക് എന്ത്? ബ്ലഡ് പ്രഷർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് വിൽ ബി ദ നോർമൽ ബ്ലഡ് പ്രഷർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ? ഒരു ഇൻഡിവിജ്വലിന്റെ സാധാരണ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്? വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം കേട്ടോ. എന്താണ്? 120/80 mmHg. ഓക്കെ, ഒരു വ്യക്തിയുടെ സാധാരണ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞ പേരുന്നത് അല്ല എത്രയാണ്? 120/80 mmHg. ഓക്കെ, അതിനകത്ത് 120നെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയും. 80നെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഡയാസ്റ്റോളിക് പ്രഷർ എന്ന് പറയും. വേറെ ഒന്നുമില്ല, 120 എന്ന് പറഞ്ഞ പ്രഷർ അല്ലെങ്കിൽ 120 പ്രഷർ mmHg പ്രഷർ ഉണ്ടാവുന്ന എപ്പോഴാണ്? നമ്മുടെ ആ ഒരു ഹാർട്ടിൽ സിസ്റ്റോൾ നടക്കുന്ന സമയത്തോ. 80 mmHg എന്ന് പറഞ്ഞ പ്രഷർ എപ്പോഴാണ് ഉണ്ടാവുക? നമ്മുടെ ഹാർട്ടിൽ ഡയാസ്റ്റോൾ നടക്കുന്ന സമയത്തും ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അവർ സിസ്റ്റോളിക് പ്രഷർ എന്നും ഡയാസ്റ്റോളിക് പ്രഷർ എന്നും പറയണേ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ മക്കളെ, നമ്മുടെ ഹാർട്ടിൽ നിന്നും എന്താണ് ബ്ലഡ് ആർട്ടറീസിലോട്ട് പോകൂലേ? ഹാർട്ടിൽ നിന്നും, ഇതാണ് ഇപ്പൊ ഹാർട്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഹാർട്ടിൽ നിന്നും ബ്ലഡ് ആർട്ടറീസിലോട്ട് പോകുന്ന സമയത്ത് ഒരു 70 ml ബ്ലഡ് ഹാർട്ടിൽ നിന്നും ആർട്ടറീസിലോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രഷറാണ് എന്ത്? സിസ്റ്റോളിക് പ്രഷർ. അബൌട്ട് 70 ml ഓഫ് ദ ബ്ലഡ് ഈസ് പമ്പ്ഡ് ഇൻ ടു ദ ആർട്ടറീസ്. ആർട്ടറീസിലോട്ടാ പോണേ. എപ്പോ? വെൻ ഹാർട്ട് കോൺട്രാക്ട്. ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർട്ടറീസിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രഷർ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയും. അതേസമയം ഡയാസ്റ്റോളിക് പ്രഷർ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞേ മക്കളെ? the 70 ml ഓഫ് ദ ബ്ലഡ് enters into the heart when it relax. ഓക്കെ, റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഹാർട്ടിലോട്ട് എന്ത് ചെയ്യും? ഒരു 70 ml ബ്ലഡ് കയറും. ഓക്കെ, ഒരു 70 ml ബ്ലഡ് ഹാർട്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കയറിപ്പോകും. ആ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രഷറാണ് എന്ത്? ഡയാസ്റ്റോളിക് പ്രഷർ. അതാണ് എന്തെന്ന് പറയുന്നത്? 80 mmHg എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ വരുന്നത് 120/80 mmHg. പഠിക്കാട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ബ്ലഡ് പ്രഷർ എന്നുള്ളതും അതിന്റെ ലെവൽ എത്രയാണെന്നുള്ളതും അത് എങ്ങനത്തെ ടൈപ്പ് ലെവലൊക്കെയാണെന്നുള്ളതും മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഇത് ചോദിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കുകളാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് വെക്കാം കേട്ടോ. ഓക്കെ, എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡബിൾ സർക്കുലേഷൻ? നമുക്കറിയാം ഹ്യൂമൻ ബോഡിയിൽ ഒരു സർക്കുലേഷൻ മാത്രമാണ് നടക്കുന്നത്. അല്ല, രണ്ട് ടൈപ്പ് സർക്കുലേഷൻ ഉണ്ട് അല്ലേ? രണ്ട് പ്രാവശ്യം സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ആ രണ്ട് സർക്കുലേഷനെയും കൂടി കൂട്ടി പറഞ്ഞ പേരാണ് എന്ത്? ഡബിൾ സർക്കുലേഷൻ എന്ന് പറയും. എന്താ ഡബിൾ സർക്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഡബിൾ സർക്കുലേഷൻ ഇൻക്ലൂഡ് സിസ്റ്റമിക് സർക്കുലേഷൻ ആൻഡ് പൾമനറി സർക്കുലേഷൻ. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ടാണ് ടീച്ചർ ഡയഗ്രാം കൊടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ഹാർട്ട്. ഓക്കെ, ഹാർട്ടിൽ നിന്നും ഒരു പ്രാവശ്യം ബ്ലഡ് എങ്ങോട്ടാ പോവുക? നമ്മുടെ ബോഡിയിലോട്ട് പോവും അല്ലേ? ഓക്കെ, ഒരു പ്രാവശ്യം നമ്മുടെ ഹാർട്ടിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലോട്ട് പോകൂലേ? ആ പോകുന്ന ഹാർട്ടിൽ നിന്നും ബ്ലഡ് ബോഡിയിലോട്ടാണ് പോകണമെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? സിസ്റ്റമിക് സർക്കുലേഷൻ. ഓക്കെ, അതൊരു സർക്കുലേഷൻ. രണ്ടാമത്തെ സർക്കുലേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യും? ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലോട്ട് തിരിച്ചു പോകും. ഓക്കെ, അതല്ല, ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മൾ പിന്നീട് ലങ്സിലോട്ട് കൊടുത്തയക്കൂലേ? ലങ്സിലോട്ട് കൊടുത്തയക്കൂലേ? ലങ്സിലോട്ട് കൊടുത്തയക്കുന്നതിനെ പറഞ്ഞ പേരെന്ത്? പൾമനറി സർക്കുലേഷൻ. ഓക്കെ, ബോഡിയിലോട്ട് കൊടുത്തയക്കുന്നതിനെ സിസ്റ്റമിക് സർക്കുലേഷൻ എന്നും ലങ്സിലോട്ട് കൊടുത്തയക്കുന്നതിനെ പൾമനറി സർക്കുലേഷൻ എന്ന് പറയും. ഈ രണ്ട് സർക്കുലേഷൻ കൂടി ചേർന്നിട്ടുണ്ടാവുന്ന സർക്കുലേഷൻ ആണ് എന്ത്? ഡബിൾ സർക്കുലേഷൻ. രണ്ട് പ്രാവശ്യം സർക്കുലേഷൻ നടക്കും. കിട്ടിയോ? ഒന്ന് ബോഡിയിലോട്ടും ഒന്ന് ലങ്സിലോട്ടും.
ആ കൊടുക്കുന്ന രണ്ട് സർക്കുലേഷനെ കൂടി കൂട്ടി പറഞ്ഞ പേരാണ് എന്ത്? ഡബിൾ സർക്കുലേഷൻ. ഓക്കെ, ഇനി എന്താണ് സിസ്റ്റമിക് സർക്കുലേഷൻ, എന്താണ് പൾമണറി സർക്കുലേഷൻ? കിട്ടി, പഠിച്ചു, ഇപ്പൊ തന്നെ കഴിഞ്ഞു. എന്നാലും ഒരു ഡെഫിനിഷൻ പോലെ ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, ദ സർക്കുലേഷൻ സ്റ്റാർട്ട് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് എൻഡ്സ് ഇൻ റൈറ്റ് ഏട്രിയം. ഇത്ര ഉള്ളോടാ. നമ്മൾ നേരത്തെ ഫ്ലോ ചാർട്ട് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഓക്കെ, ഇതാണ് ഹാർട്ട്. ഓക്കെ, ഇതിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി ശരീരത്തിന്റെ പല ഭാഗത്തോട്ടും ബ്ലഡ് കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ്. ഓക്കെ, എന്നിട്ട് അവിടുന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ എങ്ങോട്ടാ തിരിച്ചു കൊണ്ടുവരാ? റൈറ്റ് ഏട്രിയത്തിലോട്ടാ തിരിച്ചു കൊണ്ടുവരാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി റൈറ്റ് ഏട്രിയത്തിലാണ് സിസ്റ്റമിക് സർക്കുലേഷൻ അവസാനിക്കുക, അതായത് ബോഡിയിലത്തെ സർക്കുലേഷൻ അവസാനിക്കുക. ഓക്കെ, അതേസമയം പൾമനറി സർക്കുലേഷനോ മക്കളെ, ഇറ്റ് ബിഗിൻസ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടാ പോവാ? ലങ്സിലോട്ട് പോവും. ഓക്കെ, ഓക്സിജനേഷന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് പിന്നെ തിരിച്ചത് എങ്ങോട്ടാ വരാ? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വരും. ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡിനെ നമ്മൾ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്നതിനെ, ഏട്രിയത്തിന് എം ഉണ്ട് കേട്ടോ അവിടെ, ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന സർക്കുലേഷൻ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? പൾമനറി സർക്കുലേഷൻ. എന്റെ മക്കൾ കാണാപ്പാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടാ, ജസ്റ്റ് ആ ഭാഗങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന രണ്ട് സർക്കുലേഷൻ ആണ് സിസ്റ്റമിക് സർക്കുലേഷനും പൾമനറി സർക്കുലേഷൻ. ഇത് രണ്ടും കൂടി ചേർന്നാണ് സർക്കുലേഷൻ ആണ് എന്ത്? ഡബിൾ സർക്കുലേഷൻ. ഓക്കെ, ആ ഫിഗർ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്ത് നോക്കിയാൽ മക്കളെ, പ്രൊട്ടക്ട് ദ ഹാർട്ട് വിത്ത് കെയർ. അതായത് പലരും ഹാർട്ടിനെ ഒരു സൂക്ഷ്മതയിലാണ് വലിച്ചെറിയണ കളയണ പോലെയാണ്. ഓക്കെ, വലിച്ചെറിഞ്ഞ കളയാനൊന്നും പറ്റൂല, എന്നാലും ഹാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം പ്രൊട്ടക്ട് ചെയ്യണം. എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? ജസ്റ്റ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കാണ് ചെയ്യാം? അല്ല, അങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അത് പ്രൊട്ടക്ഷൻ അല്ല, അത് ഉപദ്രവിക്കലാണ്. ഓക്കെ, എങ്ങനെയാണ് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക? ഇത്രേ ഉള്ളൂ. ഹാർട്ടിന് വേണ്ടത്ര എന്താണ്? പരിചരണം കൊടുക്കുക. അതായത് ഹാർട്ടിന് അപകടമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഹാനികരമായ വസ്തുക്കളാണ് എന്തൊക്കെ? ഒന്ന് ഫാറ്റി ഫുഡ്. ഓക്കെ, രണ്ടാമത്താണ് എന്ത്? സ്മോക്കിംഗ്, ഡ്രിങ്കിങ്. ഓക്കെ, ഇങ്ങനെ വരുന്ന പല സാധനങ്ങളും നമ്മുടെ ഹാർട്ടിന് ഭയങ്കര അപകടമാണ്. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കാനാണ് പറഞ്ഞേക്കണേ. ഇനി ഇവരെ ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ ഒഴിവാക്കിയില്ല, അവനെ ഞാൻ തിന്നും, അവനെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറ്റും എന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കുറച്ച് അസുഖങ്ങളാണ് കൊടുത്തേക്കണേ. എന്തൊക്കെയാണ് മക്കളെ? ഒന്നാമത്തെ അസുഖമാണ് എന്ത്? അഥെറോസ്ക്ലീറോസിസ്. ഓക്കെ, എന്താ പറയുന്നത്? അഥെറോസ്ക്ലീറോസിസ്. രണ്ടാമത്തെ അസുഖമാണ് എന്ത്? കൊറോണറി ത്രോംബോസിസ്. മൂന്നാമത്താണ് എന്ത്? ഹാർട്ട് അറ്റാക്ക്. നാലാമത്താണ് എന്ത്? സ്ട്രോക്ക്. ഓക്കെ, 4 അസുഖങ്ങൾ. അഥെറോസ്ക്ലീറോസിസ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല മക്കളെ, നമ്മൾ ഈ ഫാറ്റി ഫുഡ് കഴിക്കുമ്പോൾ നമുക്കറിയാം, ഫാറ്റി ഫുഡ് കഴിച്ചാൽ കിട്ടുന്ന സാധനം എന്താ? ഫാറ്റ് അല്ലേ? ഈ ഫാറ്റ് എന്താ ചെയ്യാന്നറിയോ? നമ്മുടെ ആർട്ടറിയുടെ വാളിൽ ചെന്ന് ഇങ്ങനെ അടിഞ്ഞു കൂടും. ഓക്കെ, ഇതിപ്പോ ആർട്ടറി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ കൂടി ഇങ്ങനെ ബ്ലഡ് ഒഴുകാണ്. പക്ഷേ ഇത്രേ ഉള്ളൂ, ഇവിടെ നമ്മൾ ഫാറ്റി ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഫാറ്റി ഫുഡ് വന്ന് നിറയും. ഓക്കെ, ഫാറ്റി ഫുഡ് വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? നിറയും. ഓക്കെ, ഇവിടെയും എന്ത് ചെയ്യും? ഫാറ്റി ഫുഡ് അല്ല, ഫാറ്റ് വന്ന് നിറയും. ഫാറ്റി ഫുഡ് അല്ല കേട്ടോ, ഇത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് എന്ത്? ഫാറ്റ്. ഇത് ഇങ്ങനെ വന്ന് നിറയും. ഓക്കെ, ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ബ്ലഡിന് ഒഴുകാനുള്ള സ്പേസ് കുറയും. അപ്പൊ ഹാർട്ടിലോട്ട് എന്ത് ചെയ്യും? ബ്ലഡിന്റെ അളവ് കുറയും. ഓക്കെ, അപ്പോ അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്ത്? അഥെറോസ്ക്ലീറോസിസ്. ഓക്കെ, ആർട്ടറിയുടെ വാളിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് ഉണ്ടാവാം. ഇതെങ്ങനെ അടിഞ്ഞുകൂടാ? കൺസ്യൂമിങ് ടു മച്ച് ഓഫ് ഫാറ്റി ഫുഡ്. കുറെ ഫാറ്റി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? അഥെറോസ്ക്ലീറോസിസ്. രണ്ടാമത്താണ് എന്ത്? കൊറോണറി ത്രോംബോസിസ്. അതായത് ഇത്രേ ഉള്ളൂ, അഥെറോസ്ക്ലീറോസിന്റെ കാരണമായിട്ട് തന്നെ ഉണ്ടാവുന്ന അസുഖമാണ് എന്ത്? കൊറോണറി ത്രോംബോസിസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. ടീച്ചർ ഒരു പടം കാണിച്ചുതരാ. ഓക്കെ, ഇത് നമ്മുടെ ഹാർട്ടിലെ മക്കളെ. ഈ ഹാർട്ടിൽ കൂടെ ഇവിടെ പോണ 2 ഞരമ്പുകളുണ്ടോ? കണ്ടോ? ഈ ഞരമ്പുകൾ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? കൊറോണറി ആർട്ടറി എന്ന് പറയും. എന്താ പറയേണ്ടത്? കൊറോണറി ആർട്ടറി. ഈ ആർട്ടറികളിലും എന്ത് ചെയ്യും? ഫാറ്റ് വന്ന് അടിഞ്ഞുകൂടും. ഓക്കെ, ഹാർട്ടിന്റെ പുറത്തു കൂടെ പോകുന്ന ആ ഞരമ്പുകൾ നമ്മൾ പറഞ്ഞ പേരുന്നത് കൊറോണറി ആർട്ടറി. ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ഫാറ്റ് വന്നിട്ട് അടിഞ്ഞുകൂടും. അങ്ങനെ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖമാണ് എന്ത്? കൊറോണറി ത്രോംബോസിസ്. ഓക്കെ, കൊറോണറി ത്രോംബോസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, പിന്നെ വരുന്ന അസുഖമാണ് എന്ത്? ഹാർട്ട് അറ്റാക്ക്. നമുക്ക് നേരെ എന്ത് വരും? ഹാർട്ട് അറ്റാക്ക് വരും. ഓക്കെ, കൊറോണറി ത്രോംബോസിസ് ആണ് നമ്മുടെ ഹാർട്ട് അറ്റാക്കിന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരാണ് എന്ത്? സ്ട്രോക്ക്.
സ്ട്രോക്ക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല മക്കളെ, ഇത് ഈ ഒരു ഫാറ്റി ഫുഡൊക്കെ കഴിച്ച് ഫാറ്റിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലോട്ടുള്ള രക്തമോട്ടം എന്ത് ചെയ്യും, നിൽക്കും. ഓക്കെ, ഇതേപോലെ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബ്ലഡ് വെസൽ പൊട്ടിയിട്ടോ നമ്മുടെ തലച്ചോറിലോട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യും, പോകുന്നത് നിൽക്കും, കട്ട പിടിക്കും. ഓക്കെ, ഒന്നേ ബ്ലോക്ക് ആവാ അല്ലെങ്കിൽ കട്ട പിടിക്കുക. അങ്ങനെ കട്ട പിടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 4 അസുഖങ്ങൾ കിട്ടിയില്ലേ? ഏതൊക്കെയാണ്? അതേറോസ്ക്ലീറോസിസ്, കൊറോണറി ത്രോംബോസിസ്, അതേപോലെ തന്നെ എന്താണ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഹാർട്ടിനെ കുറിച്ച് എന്തായാലും പഠിക്കില്ലേ, അപ്പൊ ഇതും കൂടി നിങ്ങൾ എൻ്റെ മക്കളൊന്ന് പഠിക്കും. ഓക്കെ, വേൾഡ് ഹാർട്ട് ഡേ എന്നാണ് മക്കളെ വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് വരുന്നത് സെപ്റ്റംബർ 29 കേട്ടോ. ഓക്കെ, സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾക്ക് ഈ ബ്ലഡ് സർക്കുലേഷനിൽ വരുന്നത്. അടുത്ത ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചെറിയൊരു ടോപ്പിക്കും കൂടിയാണ്. അതെന്ത് ചെയ്യുക, അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ടീച്ചർ ഇട്ട് തരാം. കുറച്ച് എന്താ പറയുക, സിമ്പിൾ അല്ല, രസകരമായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ടീച്ചർ എടുത്തു തരാം. അപ്പോൾ ഇത്രയും കാണാം, പഠിക്കുക, എക്സാമിന് റെഡി ആവാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.